നടപടികൾ ആരംഭിക്കുകയാണ്. ഈ പരിപാടിയുടെ പ്രാർത്ഥനാ ഗീതം ചൊല്ലുന്നതിന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമുക്കേവർക്കും പ്രിയപ്പെട്ട ബഹുമാന്യായ എച്ച്.എം. ശ്രീ ജേക്കബ് സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ഒരു മാറിയ കാലത്താണ് മനുഷ്യൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. മാറിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് മാതാവിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് ആണ്. അമ്മയെ വേണ്ടാതെ വരിക മക്കൾക്ക്. അത് നമ്മുടെ ഇടയിലൊക്കെ വളർന്നു വരുന്ന ഒന്നായി, ഒരുപക്ഷെ ദൈവഹിതത്തിനെതിരായി വളർന്നു വരുന്ന ഒന്നായി കാണുന്ന ഒന്നാണത്. അത് ഒരു വലിയ ശാപമോ തലമുറകളുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിനെ തടസ്സം വരുത്തുന്ന ഒന്നുമായിട്ട് നമുക്കെല്ലാവർക്കും കാണാനും മനസ്സിലാക്കാനും കഴിയും. അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ പരിസ്ഥിതി ദിനവും. മാതാവിനെ സംരക്ഷിക്കാത്ത തലമുറകൾക്കോ മക്കൾക്കോ ജീവിതം സാധ്യമല്ല എന്നുള്ളത് ഒരു പ്രാപഞ്ചിക സത്യം മാത്രമാണ്. അതിനെ ഓർത്തെടുക്കലോ ഏറ്റുപറയലോ ആണ് പരിസ്ഥിതിദിനത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് ഓരോ തവണയും പറഞ്ഞു തരുന്നത്. എന്താണ് കുഞ്ഞുങ്ങൾക്ക് പരിസ്ഥിതിദിനത്തിൽ കേൾക്കാനുള്ളത്, പറയാനുള്ളത്, സംവദിക്കാനുള്ളത്, കരുതി വെക്കാനുള്ളത്, ഭാവിയിലേക്ക് മുതൽക്കൂട്ടായി ശേഖരിച്ചു വയ്ക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാട് എൻ്റെ സ്വന്തമാണെന്നും ആ സ്വന്തം എൻ്റെ സ്വന്തത്തിന് വേണ്ടിയുള്ളതല്ല എന്നും മറ്റുള്ളവർക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്നുള്ള സന്ദേശം ആത്മാവിൽ എഴുതി ചേർക്കപ്പെടാനുള്ള ദിവസവും കൂടിയാണ് ജൂൺ 5. അതുകൊണ്ടാണ് ലോക പരിസ്ഥിതി ദിനം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും നമ്മുടെ സ്കൂളുകളുമെല്ലാം ഏറെ ശ്രേഷ്ഠതയോടെ ഇങ്ങനെ ആഘോഷിക്കുന്നത്. അതിൻ്റെ ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ലോഞ്ച് അല്ലെങ്കിൽ ഉദ്ഘാടനം അല്ലെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്കായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണത്. അത് കുഞ്ഞുങ്ങളുമായി ചേർത്ത് പറയുമ്പം അതിന് കുഞ്ഞുങ്ങളുടെ ഭാഷയും കുഞ്ഞുങ്ങളുടെ മനസ്സും കുഞ്ഞുങ്ങളുടെ പെരുമാറ്റവും കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഇടപഴകലുമായി ചേർത്ത് സല്ലാപം എന്ന പേര് ചേർത്താണ് ഹരിത സല്ലാപം എന്ന് പറയുന്ന ഒരു പരിപാടിയായിട്ട് ഇന്നിവിടെ കൊണ്ടുവന്നത്. ഏറെ ധന്യതയോടെയാണ്
കോട്ടൻകിൽ LPS ഹരിതസല്ലാപത്തെ സ്വീകരിക്കുന്നത്. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനും കുഞ്ഞുങ്ങൾ എത്ര വളർന്നാലും ഹരിതസല്ലാപത്തിലൂടെ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും മറന്നു പോകാതിരിക്കാനും അവർക്ക് ശേഷം പിന്നിരക്കാരായി വരുന്നവരോട് ഇങ്ങനെ ഒരു കാര്യമുണ്ടായി ഞാൻ പഠിക്കുമ്പോൾ അതിൽ കേട്ട ചില കാര്യങ്ങൾ ഓർമ്മയിലിരിക്കണം, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം എന്നും എഴുതി ചേർക്കപ്പെടേണ്ട ഒന്നാണെന്നും കൂടെ കരുതി വയ്ക്കാനാണ് ഹരിതസല്ലാപം നമ്മൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് വരട്ടെ. ബാല്യത്തിൽ നമ്മുടെ ഗേറ്റിന് പേരിട്ടിരിക്കുന്ന പേര് ബാല്യ സംസ്കൃതി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതല്ല, ഓർമ്മകൾക്ക് ചിറക് വയ്ക്കുന്നതും ആ ചിറകിലെല്ലാം, ബാല്യകാലത്തെ ഓർമ്മകളിലെ ചിറകിലെല്ലാം വർണ്ണവിസ്മയങ്ങളുമാണ്. ആ വർണ്ണവിസ്മയങ്ങൾക്ക് ചായം പൂശുന്ന ഇടമാണ് പ്രൈമറി സ്കൂളുകൾ. അപ്പം ഇവരുടെ വരാൻ പോകുന്ന ഓർമ്മകളിലെ ചായം പൂശിയ ദിവസമാണ് എന്നും കൂടെ ചേർത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദരണീയനായ യോഗാധ്യക്ഷൻ നമ്മുടെ സ്കൂളിലെ PTA പ്രസിഡന്റ് ശ്രീ ദീപകൃഷ്ണൻ അവറുകളെ ഏറെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൻ്റെ ചീഫ് ഗസ്റ്റും മുഖ്യ പ്രഭാഷകയും അതുപോലെ തന്നെ ഹരിതസല്ലാപം പരിപാടിയുടെ ആത്മാവുമായ ഡോക്ടർ ശ്രീമതി ദിവ്യ എസ് അയ്യർ നമ്മുടെ സ്കൂളിലെ 2024 ആനിവേഴ്സറിയുടെ ഗസ്റ്റായിരുന്നു. ഏറെ സന്തോഷത്തോടെ ആ ഒരു മുഹൂർത്തം ഇവിടെ ഓർമ്മിക്കട്ടെ. പ്രിയപ്പെട്ട മാഡത്തെ, പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖയായ ജില്ലാ കളക്ടർ തുടങ്ങി ഇപ്പോൾ ഭാരതം ലോകത്തിന് സമർപ്പിച്ച വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ തുടങ്ങിയ പദവികൾ വഹിച്ച ഏറെ ആദരണീയായ നമ്മുടെ തന്നെ വാർഡിലെ തന്നെ താമസക്കാരിയായ ശാസ്തമംഗലം വാർഡിലെ നമ്മുടെ സ്കൂളും അതുപോലെ മാഡത്തിൻ്റെ വീടും താമസക്കാരിയായ പ്രിയപ്പെട്ട ആദരണീയായ ഡോക്ടർ ദിവ്യ എസ് അയ്യർ അവറുകളെ ഏറെ ആദരവോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരിതസല്ലാപം പരിപാടിയുടെ വീഡിയോ പ്രകാശനത്തിനെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ശ്രീ ഹരികുമാർ IAS ഡെപ്യൂട്ടി ഡയറക്ടർ KSW MP അവറുകളെ ഏറെ ആദരവോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്പോർട്സ് ക്വിസിന് നേതൃത്വം നൽകുന്നത് അധ്യാപകരുടെ ഉയർന്ന പദവി വഹിച്ച ഒരാളാണ് DEO. ബഹുമാനപ്പെട്ട അനിത മാഡം നമ്മുടെ വകുപ്പിൽ DEO ആയി സേവനമനുഷ്ഠിച്ച ആളാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥയല്ല, മറിച്ച് കേരള സർവീസിൻ്റെ ഭാഗമായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ എന്ന ആളാണ്. എന്തായാലും സ്പോർട്സ് ക്വിസിന് അധ്യാപകരുടെ ടച്ചുള്ള ഒരാൾ വന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മാഡത്തെ, അനിത മാഡത്തെ, പ്രോജക്റ്റ് ഡയറക്ടർ KSW MBA ഏറെ ആദരവോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായ അധ്യാപകർ, ബഹുമാനപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായ ഈ പദ്ധതിയുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നവർ, ആദ്യമായിട്ട് എന്നോട് സംസാരിക്കാൻ ഇവിടെ എത്തിയ പ്രിയപ്പെട്ട ലത്തീഫ് സാറ്, അങ്ങനെ എല്ലാവരെയും PTA, MPTA, SMC അംഗങ്ങൾ, പ്രിയപ്പെട്ട എൻ്റെ മുഴുവൻ കുഞ്ഞുങ്ങളും, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഇവിടെ 200-ൽ താഴെ ഹാജര ഇന്ന് 4ാം ക്ലാസ്സിലുള്ളൂ, എല്ലാ കുഞ്ഞുങ്ങളെയും ഏറെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമ്മുടെ സ്കൂളിലെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമസ്കാരം. ഏറെ ബഹുമാനിയായ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണവും നമ്മളോടൊപ്പം സല്ലപിക്കും എന്നറിയിച്ചിട്ടുള്ള ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS,
ഈ പ്രോജക്റ്റിൻ്റെ വീഡിയോ പ്രകാശനവും സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മളെ എത്തിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പ്രകാശനം ചെയ്യുന്നുണ്ട്. ആ വീഡിയോ പ്രകാശനം ചെയ്യുന്ന ഏറെ ആദരണീയനായ ഇതിൻ്റെ ഡെപ്യൂട്ടി പ്രോജക്റ്റ് ഡയറക്ടറും വ്യവസായ വകുപ്പിൻ്റെ തന്നെ മറ്റു 2 മൈനിങ് ആൻഡ് ജിയോളജി മൈനിങ് വകുപ്പിൻ്റെയും മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെയും MD കൂടിയായ ഡോക്ടർ ഹരികുമാർ സാർ, സ്പോർട്സ് കിഡ്സിന് നേതൃത്വം നൽകുന്ന ശ്രീമതി അനിത മാഡം KAS അസിസ്റ്റൻ്റ് പ്രോജക്റ്റ് ഡയറക്ടർ, KSW MP-യിൽ നിന്നും എത്തിയിട്ടുള്ള സ്റ്റാഫ് അംഗങ്ങളെ, മീഡിയ പ്രവർത്തകരെ, ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്ന ഏറെ പ്രിയപ്പെട്ട അധ്യാപിക രജിത ടീച്ചറെ, മറ്റധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, ജൂൺ 5 എന്താണ് പരിസ്ഥിതി? ഇവിടെ ഇന്ന് ക്വിസൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടൊക്കെ ഇതാണ് വന്ന എല്ലാവരും പഠിച്ചോ? പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉറപ്പായിട്ട് പറ. പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട് അല്ലേ? ഞാൻ പഠിച്ചില്ലല്ലോ. ഞാൻ പഠിച്ചില്ലടാ, പഠിക്കാതെയാണ് വന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം, നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. പറയുമോ? എന്ത് ഈ ജൂൺ 5 തന്നെ അങ്ങനെ പരിസ്ഥിതി ദിനമായിട്ട് തിരഞ്ഞെടുത്ത എന്തിനാ? സ്കൂൾ തുറന്ന് 2ാമത്തെ ദിവസമായോണ്ട? പിന്നെ 5ാമത്തെ ദിവസമായോണ്ട? നമുക്ക് അപ്പം ആ ചോദ്യം നമുക്ക് മാഡത്തിനോട് ചോദിക്കണം കേട്ടാ. ഇന്ന് ചോദ്യങ്ങളില്ലാതെ വന്നവരുണ്ടല്ലോ ഇതിനകത്ത്. ചോദ്യങ്ങളില്ലാതെ വന്നവർ, നമുക്കെല്ലാം ഉശിരുള്ള ചോദ്യങ്ങളുണ്ടാവാം. നമ്മൾ എന്തിനാണ് പഠിക്കാൻ വരുന്നത്, വിദ്യാഭ്യാസം ചെയ്യുന്നത്? ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ എഴുതാനും ആണ് അല്ലേ? നമ്മളുടെ പണി ഉത്തരങ്ങൾ എഴുതലാണ്. ചോദ്യം ആര് ചോദിക്കും? ടീച്ചർ ചോദിക്കും. അപ്പം നമുക്കുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണ്ടേ? വേണ്ടേ? അപ്പം ധൈര്യത്തോടെ ചോദ്യങ്ങൾ ചോദിക്കാനാണ് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് കേട്ടോ. ധൈര്യത്തോടെ ചോദ്യങ്ങൾ ചോദിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസം ചെയ്യണം. അപ്പം ഇന്ന് എന്തുകൊണ്ടാണ് ജൂൺ 5 തന്നെ ഈ തിരഞ്ഞെടുത്തതെന്ന് മാഡം വരുമ്പോൾ മാഡത്തിനോട് നിങ്ങൾ സല്ലപിക്കുമ്പോൾ ചോദിക്കണം കേട്ടോ. അല്ലെങ്കിൽ മാഡം നിങ്ങളെ ചോദിക്കും. അപ്പം മാഡത്തിനോട് നിങ്ങളത് കൃത്യമായി ചോദിച്ചില്ലെങ്കിൽ മാഡം നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ കുഴങ്ങിപ്പോവും കേട്ടോ. ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിതാവിൻ്റെ പേരൊക്കെ ഉണ്ട്, അറിയാമോ? പിതാവ്, മാതാവൊക്കെ ഉണ്ട്, അറിയോ? പോട്ടെ, ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ മോട്ടോ എന്താ? അറിയോ? പറ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. മിടിക്ക് കേട്ടാ. കയ്യടി കൊടുക്കടാ, ഒരാൾ എണീറ്റ് ഉത്തരം പറയാൻ ധൈര്യം വരുമ്പോൾ. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ കൂടിയാണ് നമ്മൾ വിജയിക്കുന്നത് അല്ലേ? നമുക്കറിഞ്ഞുകൂടാത്ത ഉത്തരം വേറൊരാൾ പറയുമ്പോൾ നമ്മൾ അയാളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അയാൾക്കും ഒരു ധൈര്യം ഉണ്ടാവും, നാളെ നമുക്കും ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള വഴിയും തേടി വരുന്നത് കേട്ടോ. അപ്പം ആരെന്ത് പറഞ്ഞാലും കൈയടിക്കണം. ഒരാളെ ക്ഷണിച്ചാലും കൈയടിക്കണം. നമ്മളിവിടെ ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കുന്നത് പ്രഗത്ഭരായ 2 IAS ഉദ്യോഗസ്ഥർ, ഒരു KAS ഉദ്യോഗസ്ഥൻ. എന്താണ് IAS എന്നൊക്കെ അറിയോ? അറിയാം. ഇന്ത്യയുടെ തന്നെ ഭരണ തലപ്പത്തേക്ക് എത്തുന്ന ഏറ്റവും വലിയ ഉദ്യോഗസ്ഥർ ആണ് IAS കേട്ടോ. ഡിഗ്രിയൊക്കെ പാസ്സാവണം അതൊക്കെ എഴുതിയെടുക്കണമെങ്കിൽ. അതുപോലെ തന്നെയാണ് KAS. കേരളത്തിൽ IAS മോഡലിൽ ആദ്യമായി പരീക്ഷ നടത്തുകയും അതിൽ നിന്ന് മാഡം ബൈ ട്രാൻസ്ഫർ ആണ് അല്ലല്ലോ, നേരിട്ട് തന്നെ KAS വഴി ഇവിടെ എത്തുകയും തിരുവനന്തപുരത്തെ DU ആയിട്ടൊക്കെ പ്രവർത്തിച്ച അനിത മാഡം, അങ്ങനെ പ്രഗത്ഭരായ ആളുകൾ, പഠനം കൊണ്ട് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയ ആളുകളാണ് നമ്മളെ കാണാൻ എത്തിയിരിക്കുന്നത്. ഈ കാണാൻ വരുന്നതിനൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ PTA കമ്മിറ്റിയിൽ PTA കമ്മിറ്റി എന്താണെന്ന് അറിയാമോ? പാരൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ. പാരൻസും ടീച്ചറും കൂടെ ചേർന്ന് ഇരിക്കുന്ന
അധ്യാപകരും രക്ഷകർത്താക്കളും കൂടെ ചേർന്നിരിക്കുന്ന ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഭാവി പരിപാടികളൊക്കെ ആലോചിക്കാനും ഈ സ്കൂളിലെ നിങ്ങൾക്കാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി തരുന്നതിനും മറ്റ് പരിപാടികളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന് HM-ൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന കമ്മിറ്റിയുടെ പേരാണ് PTA കമ്മിറ്റി. ഇപ്പോൾ PTA കമ്മിറ്റി കൂടിയപ്പോൾ ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്, എന്ത് ചെയ്യണമെന്നൊക്കെ എന്നെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിങ്ങനെ കൂട്ടുകൃഷി നടത്താം, കുട്ടികൾക്ക് പച്ചക്കറി വിത്ത് കൊടുക്കാം, പിന്നെ മരം തൈ വിട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ സാധാരണയായി എല്ലാ കാലങ്ങളിലും നടന്നു വരുന്ന ഒരു രീതിയാണ്. ജൂൺ 5 ആകുമ്പോൾ സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറയുന്ന വിഭാഗം ആളുകളും കൃഷി വകുപ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വരും. അവർ വന്നിട്ട് കുറച്ച് ചെടിയൊക്കെ തരും. ഈ ചെടിയൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകും. കൊണ്ട് കുഴിച്ച് വയ്ക്കുന്നവരുണ്ട്, വയ്ക്കാത്തവരും ഉണ്ട്. വയ്ക്കുന്നതിനെ തന്നെ പരിപാലിക്കുന്നവരും ഉണ്ട്. ഇവിടെ കേൾക്കണം കേട്ടോ നിങ്ങൾ. ബിസ്ക്കറ്റ് വേണോ? വേണം, തരും. ബിസ്ക്കറ്റൊക്കെ നല്ലതായിട്ട് പഠിച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നവർക്കേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെടി നമ്മൾ കൊണ്ടുപോകും. ചെടി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് നട്ടുവെക്കും. പിന്നീട് അത് നോക്കാൻ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടിയില്ല എന്ന് വരും. അങ്ങനെ ഒരു മരം നടുമ്പോൾ കേട്ടോ, ഒരു മരം നടുമ്പോൾ മുല്ലനേഴി എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ഒരു മരം നടുമ്പോൾ, ഒരു ചെടി നടുമ്പോൾ അദ്ദേഹം പറയുന്ന ചെടിയെക്കുറിച്ച് പറയുന്ന കവിത എന്താണെന്നറിയാമോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ധന്യമീ ജന്മം മലർച്ചെടി തൈയൊന്ന് നട്ടു നനച്ചു വളർത്താൻ കഴിയുമെങ്കിൽ. എങ്ങനെ? ധന്യമീ ജന്മം, നമ്മുടെ ജന്മം ധന്യമാകുന്നു എന്നാണ്. ധന്യമീ ജന്മം മലർച്ചെടി തൈയൊന്ന് നട്ടു നനച്ചു വളർത്താൻ കഴിയുമെങ്കിൽ. കേട്ടോ, നട്ടു നനച്ചു വളർത്തി അതിലൊരു പൂ വിരിയിക്കുവാൻ ഒക്കുമെങ്കിൽ. നട്ടു നനച്ചു വളർത്തി അതിലൊരു കേൾക്കുന്നവർ പറ, അതിലൊരു പൂ വിരിയിക്കാൻ ഒക്കുമെങ്കിൽ. അപ്പൊ ധന്യമീ ജന്മം മലർച്ചെടി തൈയൊന്ന് നട്ടു നനച്ചു വളർത്തി അതിലൊരു പൂ വിരിയിക്കുവാൻ ഒക്കുമെങ്കിൽ. പിന്നെ ആ പൂവിൻ്റെ ചാരത്തു നിന്ന് അതിൻ്റെ ഗന്ധം നുകരുവാൻ ഒക്കുമെങ്കിൽ. പിന്നെ ആ പൂവിൻ്റെ ചാരത്തു നിന്ന് അതിൻ്റെ ഗന്ധം നുകരുവാൻ ഒക്കുമെങ്കിൽ, അതിൻ്റെ സുഗന്ധം. കേട്ടോ, നമ്മൾ നട്ടു വളർത്തിയ ഒരു ചെടിയിൽ നിന്ന് ഒരു പൂവുണ്ടായി, ആ പൂവിൽ നിന്നുണ്ടാകുന്ന ഗന്ധം നുകരുവാൻ ഒക്കുമെങ്കിൽ എന്ന് മാത്രമല്ല പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പൂവിൻ്റെ സൗരഭം പോലെ, പൂവിൻ്റെ സുഗന്ധം പോലെ ഈ ലോകത്ത് നന്മകൾ മാത്രം പരത്തുവാൻ കഴിയുമെങ്കിൽ. അങ്ങനെ കൂടിയാണ്. അപ്പോൾ അതൊരു നന്മയുടെ പ്രതീകമാണ്. നമ്മൾ ഓരോരുത്തരും പൂക്കളാവുകയാണ്. ആ പൂക്കളായി മാറിക്കൊണ്ട് ഈ ലോകത്ത് നന്മകൾ പരത്തുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യമാണെന്നും അതുകൊണ്ടാണ് ഈ ജീവിതം സാർത്ഥകമാകുന്നത് എന്നുമാണ് ഒരു കവി പറഞ്ഞിട്ടുള്ളത്. പിന്നെ സാറ് നേരത്തെ പറഞ്ഞു, ജേക്കബ് സാർ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന്. കേട്ടിട്ടുണ്ടോ? സത്യമല്ലേ അത്? സത്യമല്ലേ? നമുക്ക് എല്ലാവർക്കും, അല്ലേ? എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമല്ല, ഈ ലോകത്തെ മുഴുവനും ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥയുടെ പേരാണ് ഭൂമി. ആ ഭൂമിയുടെ സംരക്ഷകരാകേണ്ട ആദ്യ ചുമതല നമ്മളാണ് വഹിക്കേണ്ടത്. ആ ബോധം ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞ PTA കമ്മിറ്റിയിൽ വലിയ ചർച്ചയാണ് നടന്നത്. അപ്പോൾ അന്ന് രജിത ടീച്ചറൊക്കെ പറഞ്ഞ് വലിയൊരു ആശയമാണ്, സാറേ നമുക്ക് വിത്ത് കൊടുത്തിട്ട് അതിൻ്റെ പരിപാലനം കുട്ടികൾ നടക്കുന്നുണ്ടോ എന്ന് അവരുടെ ചെറിയ ഡയറി കുറിപ്പിൽ അവർ ആ ചെടിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ചെടിയുടെ വളർച്ചയുടെ ഘട്ടം അതിനെക്കുറിച്ച് കഴിയുമോ എന്നുള്ളത് ആ രീതിയിൽ നമുക്ക് അധ്യാപകരോട് നിർദ്ദേശം നൽകാം, കുട്ടികൾക്ക് നിർദ്ദേശം നൽകാം, നിങ്ങളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ആ രീതിയിൽ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പിലാക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ വിത്തിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചു സാറിനൊരു അത് ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി ആലോചിക്കാം, ഒരു ഗസ്റ്റിനെയൊക്കെ വിളിക്കാമെന്ന് പറയുമ്പോഴാണ് നമ്മുടെ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാഫായ ലത്തീഫ് നമ്മളെ വിളിക്കുന്നത്. ഞെട്ടിപ്പോയി. അതാണ്, നമ്മളൊരു പൂവ് ആഗ്രഹിക്കുമ്പോൾ ഒരു പൂക്കാലം നമ്മളെ തേടി വരും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കേരള സ്റ്റേറ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ. എല്ലാവരും ഒരു കയ്യടി കൊടുത്തേ. ദിവ്യ മാഡം വരുന്നുണ്ട്.
അങ്ങനെയാണ് ആ പൂക്കാലവുമായി കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം. ദിവ്യ മേഡത്തിനെ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മളുടെ വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ദിവ്യ മേഡമാണ് എത്തിയത്. നല്ല രീതിയിൽ നമ്മളോട് കഥകൾ പറഞ്ഞു, നല്ല രീതിയിൽ പാട്ട് പാടുന്ന ആളാണ്. നിങ്ങളെല്ലാം ഈ സല്ലാപത്തിനിടയിൽ എല്ലാം മാക്സിമം ഉപയോഗിച്ചോളണം മേഡത്തിനെ, കേട്ടോ. അപ്പോൾ മേഡം ഇങ്ങോട്ട് നമ്മളെ കാണാൻ എത്തുന്നു എന്ന് ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്, കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ അച്ചടക്കത്തോടു കൂടിയ നമ്മളും അത് ഈ ഒരു പ്രോഗ്രാം നടത്താൻ ഏറ്റവും അനുയോജ്യമായ സ്കൂളായി നമ്മളെ തന്നെ കണ്ടെത്തിയതിനുള്ള നന്ദി കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ടീം അംഗങ്ങളോട് മുഴുവനായി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ പ്രതിജ്ഞയാണ് അടുത്ത അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ അടുത്തതായി പരിസ്ഥിതി ദിന പ്രതിജ്ഞയാണ്. ഗോപിക കൃഷ്ണൻ ഈ പ്രതിജ്ഞ ചൊല്ലുന്നതിനായി ക്ഷണിക്കുകയാണ്. പ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റ് പ്രോഗ്രാമുകളിലേക്ക് പോകാം. ഞാൻ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു. ഞാൻ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു. അതോടൊപ്പം ലഹരി പദാർത്ഥങ്ങളെ വെറുക്കുന്നു. ലഹരി വസ്തുക്കൾ മാലിന്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. യാതൊരുവിധ ലഹരി വസ്തുക്കളും എൻ്റെ വീടിനോ പരിസരത്തോ ഉണ്ടാകാതിരിക്കാൻ ഞാൻ സദാ ശ്രദ്ധാലുവായിരിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിനും എൻ്റെ ജീവിതശൈലിയെ പരിസ്ഥിതിക്ക് യോജിച്ച രീതിയിൽ സജ്ജമാക്കുന്നതിനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ലഹരി ഉപയോഗം ഒഴിവാക്കി പരിസ്ഥിതിയോടും സമൂഹത്തോടും ഉത്തരവാദിത്തത്തോടെ ഞാൻ പെരുമാറുന്നതുമാണ്. ലഹരി മുക്തം മാലിന്യമുക്തം. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. അടുത്തത് പരിസ്ഥിതി ദിന ഗാനമാണ്. നമുക്ക് അത് ശ്രദ്ധിക്കാം.
ഏറെ പ്രിയമുള്ളവരെ, ഈ പരിപാടിയുടെ ഹൈലൈറ്റ് പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാഡത്തിനെ കിട്ടിയത് തന്നെ നമ്മൾ കഴിഞ്ഞ തവണയും നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതാണ്. മാഡം നന്നായി തന്നെ നമ്മുടെ മക്കളുമായി സംവദിച്ചതാണ്. ഈ സംവാദവും മികച്ച രീതിയിൽ തന്നെ നടക്കുമെന്നും സല്ലാപമായി തന്നെ മാറുമെന്ന് ഞങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം മാഡത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ മാഡത്തിൻ്റെ ഹസ്ബൻഡും മാഡവും കൂടി മകളെ ചേർത്ത് പിടിച്ച് സ്കൂളിലേക്ക് അയക്കുന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കളോടുള്ള വാത്സല്യവും സ്നേഹവും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സ്കൂൾ തന്നെ തിരഞ്ഞെടുത്തതിലുള്ള മാഡത്തിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് പ്രകൃതിയുടെ സംരക്ഷണത്തിന്, നാളെയുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ഭൂമിയെ കരുതി വയ്ക്കണം എന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമായി KSWMP ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും ഈ സ്കൂളിൽ കൂടി പ്രത്യേക പദ്ധതിയായി നടപ്പിലാക്കി നൽകണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ IAS-കാരിൽ തന്നെ ഏറ്റവും സരസമായി സംസാരിക്കുന്ന, രാഷ്ട്രീയങ്ങളിൽ പോലും ഇടപെടുന്ന, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന പ്രിയപ്പെട്ട ഡോക്ടർ ദിവ്യ എസ് അയ്യറെ ഏറെ ആദരവോടെ ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണവും ഹരിത സല്ലാപവും നടത്തുവാൻ ആദരവോടെ ക്ഷണിക്കുകയാണ്. എല്ലാ മക്കൾക്കും നമസ്കാരം. എല്ലാവരും പാട്ട് പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ BGM മ്യൂസിക് ഇട്ട് തുടങ്ങിയപ്പോൾ എല്ലാവരും കൂടെ ഒരു കയ്യടി വന്നില്ലേ അല്ലേ? ഒത്തൊരുമിച്ചൊരു കയ്യടിയായിരുന്നു അത്. സാധാരണഗതിയിൽ ഇങ്ങനെ പാട്ടൊക്കെ ഉള്ളപ്പോൾ കൈയടിച്ച് തുടങ്ങുമ്പോൾ ആദ്യം 2-3 പേര് തുടങ്ങും, പിന്നെ പതിയെ അതിൻ്റെ ശക്തി കൂടുക ചെയ്യാറ്. പക്ഷേ നമ്മുടെ സ്കൂളിൽ എങ്ങനെയായിരുന്നു? എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പാട്ടിനൊത്ത്, താളത്തിനൊത്ത്, ഈണത്തിനൊത്ത് കൈയടിച്ചു അല്ലേ? ആരെങ്കിലും പഠിപ്പിച്ചതാണോ അങ്ങനെ കൈയടിക്കാൻ? ഇല്ല, നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ട് കൈയടിച്ചതാ ആണോ? എന്നാലും ഒരു കൈയടി കൂടെ തരുമോ? ഈ ശബ്ദമല്ലേ, കൈയടിക്കുമ്പോഴുള്ളൊരു ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദം നമുക്കെല്ലാവർക്കും ഒത്തിരി ആഹ്ലാദവും അതിലേറെ ഒരുപാട് ശക്തിയും നൽകും അല്ലേ? കൈയടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾ വേദിയിലല്ല നിൽക്കുന്നത്, നിങ്ങളല്ല പാട്ട് പാടുന്നത് എന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി കൈയടിക്കുവാൻ നിങ്ങൾക്ക് ഒരുപാട് ആഹ്ലാദം ഉണ്ടായിരുന്നു, ഒരുപാട് ഊർജം ഉണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കരുത്തുണ്ട് അല്ലേ? ഇതേ കൈയടി ഒരാൾ മാത്രമായിട്ട് കൈയടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഒരാൾ മാത്രമായിട്ട് കൈയടിച്ചാൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്ന കേട്ടാത്തൊന്നും ഇന്ന് കയ്യടി ദിനാണോ എന്നല്ലേ? പക്ഷേ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൈയടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജവും കരുത്തും ആനന്ദവും എല്ലാം തന്നെ ഇതുപോലെ ഒത്തൊരുമിച്ച് കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്കുണ്ടാകും അല്ലേ? അതൊരാൾ മാത്രമായിട്ട് ചെയ്താൽ അതിനത്ര വീര്യം പോരാ, അതിനത്ര രസവും പോരാ അല്ലേ? നമ്മൾ 4 പേര് പാട്ട് പാടുമ്പോൾ അവിടെ ഇരുന്ന ഒരാൾ മാത്രം കൈയടിച്ചാൽ ഇത്ര രസം ഉണ്ടായിരിക്കുമോ പാർവതി? ഇല്ല അല്ലേ? എല്ലാവരും കൂടെ ചേർന്ന് കൈയടിക്കുമ്പോഴാണ് നമുക്കൊരു രസം ഉണ്ടാകുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഏതൊരു കാര്യവും നമുക്ക് ഒത്തൊരുമിച്ച് ഇതുപോലെ മനോഹരമായി പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റാർക്കും വേണ്ടി ചെയ്യുന്ന സഹായമൊന്നുമല്ല, നമ്മൾക്ക് തന്നെ ലഭിക്കുന്ന ആനന്ദമുണ്ട്, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു കരുത്തുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് വിഷയത്തിലാണെങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഇന്ന് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങളോട് ഓരോരുത്തരോടും ഒരു അഭ്യർത്ഥന വയ്ക്കുവാനാണ്. എന്താണ്? നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കും, പ്രകൃതിയോടിണങ്ങി ജീവിക്കുവാനായി നമ്മൾ തീരുമാനിക്കും എന്നുള്ളത്. എന്താണ്? പ്രകൃതിയോടിണങ്ങി ജീവിക്കാം, പ്രകൃതിയെ
ഇരയാക്കി ജീവിക്കാതിരിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഓർത്തെടുക്കേണ്ടുന്ന ഒരു സന്ദേശം. എൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടല്ലോ. അപ്പം നമുക്കത് ഒരുമിച്ചൊന്ന് പറഞ്ഞാലോ? പ്രകൃതിയോടിണങ്ങി ജീവിക്കാം, പ്രകൃതിയെ ഇരയാക്കാതെ ജീവിക്കാം. യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇത് ഇന്നത്തേക്ക് മാത്രമല്ല, ഓരോ ദിവസവും നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രകൃതിക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സഹായമാണോ ഇത്? നമ്മൾ ഭൂമിക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സഹായമാണോ ഇത്? അല്ല. മറിച്ച് ഭൂമിയും പ്രകൃതിയും പരിസ്ഥിതിയും ഒക്കെ നമുക്ക് ഇങ്ങോട്ട് ചെയ്തു നൽകുന്ന ഒരു സഹായമാണത്. നമ്മളെല്ലാവരും ഇവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ജീവിക്കണം, തഴച്ചു വളരണം എന്നുണ്ടെങ്കിൽ, ഈ പ്രകൃതിയുടെ സമ്പത്തില്ലാതെ, പ്രകൃതിയുടെ വരദാനമില്ലാതെ അതൊരിക്കലും സാധ്യമല്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കണം. നമ്മൾ പ്രകൃതിയെ സഹായിക്കുകയല്ല ചെയ്യുന്നത് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നതിലൂടെ, മറിച്ച് പ്രകൃതി നമ്മെ ജീവിക്കാൻ സഹായിക്കുന്നതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ശരിക്കും ചെയ്യുന്നത്. കാരണം നമുക്ക് ആർക്കും പ്രകൃതിയിൽ നിന്നും മാറി നിന്നുകൊണ്ട്, വേറിട്ട് നിന്നുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാനാകില്ല എന്നുള്ളത് ഓർക്കണം. അത് ഈ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ ഒരു പക്ഷേ വന്നങ്ങോട്ട് പറഞ്ഞു തരേണ്ട കാര്യങ്ങളാണോ എന്ന് ഞാൻ ചിലപ്പം ആലോചിക്കാറുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിലും നിങ്ങളെപ്പോലെ ഒരു കുഞ്ഞു മകനുണ്ട്. അവനിപ്പോൾ 6 വയസ്സായി. അവൻ ജനിച്ച സമയം മുതൽ ഇന്ന് വരെയും ഒരു ദിവസം പോലും മണ്ണിലിറങ്ങാതെയോ ചെടിയോ പുഴുവിനെയോ ഉറുമ്പിനെയോ പൂച്ചയെയോ പല്ലിയെയോ ഒന്നും കാണാതെയോ അവരോടൊത്ത് സല്ലപിക്കാതെയോ ഒരു മഴയത്ത് നനയാതെയോ ചെളി വാരി കളിക്കാതെയോ ഒന്നും ഇന്ന് വരെ ജീവിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ? അല്ലേ? കുട്ടിക്കാലത്ത് നമുക്കെല്ലാവർക്കും മഴ കണ്ടാൽ അപ്പം പുറത്തേക്ക് ഇറങ്ങാൻ തോന്നും, മഴയത്ത് നനയാൻ തോന്നും. അപ്പം എന്താ പറയുക എല്ലാവരും നമ്മളോട്? പനി പിടിക്കും അല്ലേ? പനി പിടിക്കുമെന്ന് പറയും അല്ലേ? എന്നിട്ട് എന്താ എടുത്ത് തരിക കയ്യിലേക്ക്? കൊട, അല്ലെങ്കിൽ റെയിൻകോട്ട് അല്ലേ? തൊപ്പി, കൊട, റെയിൻകോട്ട്, ഇവയെല്ലാം എന്തുകൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്? പ്ലാസ്റ്റിക് അല്ലേ? അപ്പോൾ അവിടെ മുതൽ നമ്മൾ പ്ലാസ്റ്റിക്കിനെ തിരഞ്ഞെടുക്കാൻ തുടങ്ങുകയാണ്. അതിനു മുമ്പും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമുണ്ട് ജീവിതത്തിൽ. നമ്മൾ ആശുപത്രിയിലെ ജനനം മുതൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം തുടങ്ങുകയാണ്. ആശുപത്രികളിൽ ഇന്ന് ഏറ്റവും മികച്ച സേവനം നൽകാൻ സാധിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ തന്നെയാണ്, സിറിഞ്ചുകൾ മുതലുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്ലാസ്റ്റിക്കുകളിനെ എല്ലാം വെറുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഉപകരണങ്ങളിൽ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാമഗ്രികളിൽ പ്ലാസ്റ്റിക്കിനെ ചെറുക്കണം. പ്ലാസ്റ്റിക്കിനെ മൊത്തമായിട്ട് വെറുത്താൽ നമുക്ക് ജീവിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇപ്പം ഈ ഇടത്തിൽ എത്രമാത്രം പ്ലാസ്റ്റിക് ഉണ്ട്? ഞാൻ ഈ പിടിച്ച് നിൽക്കുന്ന ഇത് പ്ലാസ്റ്റിക്കാണ് അല്ലേ? എൻ്റെ ഫോൺ ഉണ്ടാക്കുന്നതിൽ പ്ലാസ്റ്റിക് ഉണ്ട് അല്ലേ? നിങ്ങളിരിക്കുന്ന കസേര പ്ലാസ്റ്റിക്കാണ്, ഈ മൈക്ക് പ്ലാസ്റ്റിക്കാണ്, ഇങ്ങനെ അവർ കയ്യിൽ വെച്ചിരിക്കുന്ന ക്യാമറയിൽ പ്ലാസ്റ്റിക് ഉണ്ട്, ആ ഫാനിലുണ്ട്, ലൈറ്റിലുണ്ട്, ഈ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്ലാസ്റ്റിക് ഉണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വണ്ടിയിൽ എത്ര പ്ലാസ്റ്റിക് ഉണ്ട്, ടയറിൽ എത്ര പ്ലാസ്റ്റിക് ഉണ്ട്, നമ്മൾ വെച്ചിരിക്കുന്ന കണ്ണാടിയിൽ പ്ലാസ്റ്റിക് ഉണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പ്ലാസ്റ്റിക് ഉണ്ട്. നമ്മൾ കാലിലിടുന്ന ഷൂസിൽ പ്ലാസ്റ്റിക് ഉണ്ട്, നമ്മുടെ ലഞ്ച് ബോക്സിൽ ഒരുപക്ഷെ പ്ലാസ്റ്റിക് ഉണ്ട്, തലയിൽ വെച്ചിരിക്കുന്ന ബോയിൽ പ്ലാസ്റ്റിക് ഉണ്ട്, കയ്യിൽ കെട്ടിരിക്കുന്ന വാച്ചിൽ പ്ലാസ്റ്റിക് ഉണ്ട്, ഒരുപാട് സാധനങ്ങളിൽ പ്ലാസ്റ്റിക് ഉണ്ട് അല്ലേ? അങ്ങനെ ആ പ്ലാസ്റ്റിക്കിനെയൊക്കെ വെറുത്തുകൊണ്ട് ഞാൻ ജീവിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കോ? ഇല്ല.
അപ്പോൾ ഏത് തരം പ്ലാസ്റ്റിക്കാണ് നമുക്ക് ഉപയുക്തമാക്കാൻ സാധിക്കുന്നത്, ഏതാണ് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അത് ഈ പ്രായത്തിൽ നിന്നും നമുക്ക് ആരംഭിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുട്ടിക്കാലത്ത് നമുക്ക് എല്ലാവർക്കും പ്രകൃതിയോട് എന്തെന്നറിയാത്ത ഒരു അഭിനിവേശം ഉണ്ടായിരിക്കും. പതിയെ പതിയെ മഴയെ ചെറുക്കാനായി പ്ലാസ്റ്റിക് റെയിൻകോട്ട് തരുന്നത് പോലെ പ്രകൃതിയിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തുവാനായി ഓരോ പ്ലാസ്റ്റിക് കോട്ടുകൾ ഇങ്ങനെ നമ്മുടെ സമൂഹം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അതിൽ ഏതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കണം, ഏതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം നൽകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അനിയന്ത്രിതമായിട്ട് പ്ലാസ്റ്റിക് സാമഗ്രികൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മോട് തന്നെ ചെയ്യാനാകുന്ന ഏറ്റവും വലിയ സഹായം എന്നുള്ളത്. പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന് പറഞ്ഞിട്ട് ഇടശ്ശേരിയുടെ ഒരു കവിതയുണ്ട്. ആ കവിതയിലെ ഒരു 2 വരി വളരെ മനോഹരമായ അർത്ഥവത്തായ 2 വരികളാണ്. നിങ്ങളുടെ അധ്യാപകർ കേട്ട് കാണും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിദ്യാലയത്തിൽ, അതായത് പള്ളിക്കൂടത്തിൽ പോയി തുടങ്ങിയതിന് ശേഷം സംഭവിക്കുന്ന പരിണാമങ്ങളെക്കുറിച്ചാണ് കവി അതിൽ പറയുന്നത്. പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു മന്ദം. എന്താണ് വ്യാകരണം എന്ന് വെച്ചാൽ? എന്താണെന്നറിയാലോ അല്ലേ? നമ്മളെ ഗ്രാമർ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും അല്ലേ? ഭാഷയിലെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ അല്ലേ? വ്യാകരണം ഭാഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം കവി പറയുന്നത് ഇതാണ്: പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ടു വരുന്നു മന്ദം, നാവിൽ നിന്നപ്പോഴേ പോയി കഴിഞ്ഞു നാനാ ജഗൻ മനോരമ്യ ഭാഷ. എന്താണ്? പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ടു വരുന്നു മന്ദം, നാവിൽ നിന്നപ്പോഴേ പോയി കഴിഞ്ഞു നാനാ ജഗൻ മനോരമ്യ ഭാഷ എന്ന്. ഭാഷയും വ്യാകരണവും കണക്കും ശാസ്ത്രവും ഒക്കെ നമ്മൾ നമ്മുടെ ചിട്ടയായ വ്യവസ്ഥാപിത അധ്യാപനത്തിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് പുതിയ ഭാഷകൾ ലഭിക്കുന്നു, പുതിയ അറിവ് ലഭിക്കുന്നു, പുതിയ ജ്ഞാനം ലഭിക്കുന്നു. പക്ഷെ അതിനിടയിൽ നമ്മിൽ നിന്നും ചോർന്നു പോകുന്ന ഒരു ഘടകമുണ്ട്. അതാണ് കവി ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് ആ ഘടകം നമ്മിൽ നിന്നും ചോർന്നു പോകുന്നത്? ആ ഭാഷ സ്വായത്തമാക്കുന്നത് വരെ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ മഴയത്ത് കളിക്കാനും പൂമ്പാറ്റകളുടെ പിന്നിൽ ഓടി നടക്കുവാനും ചെളിവാരി ദേഹത്ത് തേക്കുവാനും പുഴയിലിറങ്ങുവാനും മണ്ണിലും വിണ്ണിലും ഒക്കെയുള്ള എല്ലാ ജീവജാലങ്ങളെയും, ഉറുമ്പ് മുതൽ പല്ലി മുതൽ പൂച്ച മുതൽ പ്രാവുകൾ മുതൽ കാക്ക മുതൽ എല്ലാ ജീവജാലങ്ങളുമായി നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട് അല്ലേ? കുട്ടിക്കാലത്ത് നമ്മൾ ഓരോരുത്തരും അങ്ങനെ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ടായിരുന്നു. ആ ഭാഷ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് കവി പറയുന്നത്. നമുക്കെല്ലാവർക്കും പരസ്പരം മനസ്സിലാകുന്ന ഒരു ഭാഷ മാത്രം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പ്രകൃതിയുമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ഭാഷയുണ്ട്. വളരെ മനോഹരമായ ഒരു ഭാഷയാണ്. അതിലൊരു പക്ഷേ വാക്കുകളില്ലായിരിക്കും, പക്ഷേ പ്രവൃത്തികളായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? നമ്മൾ പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുമ്പോൾ, ഇണങ്ങി ജീവിക്കുമ്പോൾ പ്രവൃത്തികളിലൂടെയാണ് നമ്മൾ നമ്മുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത്. പ്രകൃതിയെ ചേർത്തു നിർത്തിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ വളരുകയാണ് എന്നുള്ള ഒരു സത്യം നമ്മൾ മറന്നു പോകാറുണ്ട് പലപ്പോഴും. അപ്പം അത്തരത്തിലുള്ള ആധുനിക ഭാഷയുടെ എന്തോളൂ ഇപ്പം വിളിക്കാം ഇരിക്കും. മേഡം, താഴെ ഒന്ന് ഇറങ്ങി വന്നിട്ട് ഒന്ന് കാര്യങ്ങൾ പറയാമോ? പറയാം ഇപ്പൊ വരാം. അപ്പോൾ പ്രകൃതിയുമായിട്ട് നമ്മളിങ്ങനെ ഇണങ്ങി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ എത്ര വിലപ്പെട്ട അനുഭവങ്ങളാണ് നമുക്ക് സമ്പത്തായി ലഭിക്കുന്നത് എന്നുള്ളത് നമ്മുടെ തന്നെ കുട്ടിക്കാലം ഒന്ന് ഓർത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പം അത്തരത്തിൽ പ്രകൃതിയുമായി ഇണങ്ങി
ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതം നമുക്കെല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിസ്ഥിതി സംരക്ഷണം എന്ന് മാത്രമല്ല, പരിസ്ഥിതിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വരദാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഓർത്തെടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്നുള്ള ഒരു കാര്യം പറയുവാനാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇതെല്ലാം ആരംഭിക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നുമാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇവിടെ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് എത്തിയത്. അപ്പം മിടുക്കരായിട്ടുള്ള നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും പ്രകൃതി സ്നേഹികളാകും എന്ന് മാത്രമല്ല, മറിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ എങ്ങനെ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത അധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളും കൂടി എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ അത്രയും ഞാൻ പറയുന്നുള്ളൂ, കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. മോള് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കിനി കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാം അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാണോ? ആണ്. ഓക്കെ. ഞാൻ അക്ഷയ കീർത്തി 4ൽ പഠിക്കുന്നു. എൻ്റെ ചോദ്യം, നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം പറഞ്ഞു തരാമോ? തരാമല്ലോ, അവിടെ ഇരിക്കും. അപ്പം അക്ഷയുടെ ചോദ്യം കേട്ടില്ലോ എല്ലാവരും അല്ലേ? പ്ലാസ്റ്റിക്കിനെ നിത്യജീവിതത്തിൽ നിന്നും എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത്. അപ്പം അതിന് ഒരു ആമുഖമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമുക്ക് പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷേ ഒറ്റത്തവണ മാത്രം ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും അല്ലേ? ചില പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ, സാമഗ്രികൾ എന്നുള്ളവ നമ്മൾ ഒരുപാട് കാലം ഉപയോഗിക്കും അല്ലേ? ഈ കസേര നിങ്ങൾ എത്രാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുന്നപ്പോൾ അറിയില്ല അല്ലേ? ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചില്ലേ ഈ കസേര? നമ്മൾ ഈ കണ്ണാടി എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നു? ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു, ഒത്തിരി. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാലം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ വലിയ പ്രശ്നമില്ല. പക്ഷെ ഒറ്റത്തവണ ഉപയോഗിച്ച് അപ്പോൾ തന്നെ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് സാമഗ്രികൾ നമുക്ക് ഉപയോഗിക്കാതിരിക്കാം. അതാണ് ഒരു പക്ഷേ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം. ഒരു തവണ മാത്രം ഉപയോഗിച്ചിട്ട് എടുത്ത് കളയുന്ന സ്ട്രോ അല്ലേ? ഒരു തവണ മാത്രം ഉപയോഗിച്ചിട്ട് അപ്പോൾ തന്നെ കളയുന്ന കപ്പുകൾ, പേപ്പർ കപ്പുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കപ്പുകൾ. ഒരു തവണ മാത്രം ഉപയോഗിച്ചിട്ട് എടുത്ത് കളയുന്ന ക്യാരി ബാഗുകൾ, ഒരു തവണ മാത്രം ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന നമ്മുടെ ചിപ്സും ലേസും കുർക്കുറയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വന്ന് നമ്മൾ കഴിക്കില്ലേ അല്ലേ? ആ കവറൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പം തന്നെ എടുത്തും കളയുക അല്ലേ? അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ പ്ലാസ്റ്റിക് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, അങ്ങനെ തന്നെ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കാം എന്നുള്ളതാണ് നിത്യജീവിതത്തിൽ പ്ലാസ്റ്റിക് സാമഗ്രികൾ ഒഴിവാക്കുവാനുള്ള ഒരു മാർഗം എന്നുള്ളത്. ഇനി അതിനൊരു ചെറിയ പൊടിക്കൈ കൂടി ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ മുതുമുത്തശ്ശിമാരും മുത്തശ്ശന്മാരും, നമ്മുടെ എന്ന് ഞാൻ പറയുന്നില്ലേ, നിങ്ങളുടെ എന്ന് പറയാം. കാരണം എൻ്റെ മുത്തശ്ശിയുടെ പ്രായം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുതുമുത്തശ്ശിയുടെ പ്രായമായിരിക്കും. അപ്പം നിങ്ങളുടെ മുത്തശ്ശിയുടെ ബാല്യകാലത്തിൽ അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ ബാല്യകാലത്തിൽ അവരൊക്കെ ഇതേ പ്രവൃത്തി ചെയ്യുവാനായി എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പ്രവൃത്തിക്ക് പകരം അവരെന്താണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള ഒരു ചോദ്യം ഒന്ന് ചോദിക്കാം. പ്ലാസ്റ്റിക് പേന കൊണ്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ മുത്തശ്ശി നിങ്ങളുടെ പ്രായത്തിലായിരുന്നപ്പോൾ ഇങ്ക് പേന കൊണ്ടായിരുന്നു എഴുതിയിരിക്കുക, അല്ലെങ്കിൽ ചോക്ക് കൊണ്ടായിരിക്കും എഴുതിയിരിക്കുക, അല്ലെങ്കിൽ പെൻസിൽ കൊണ്ടായിരിക്കും എഴുതിയിരിക്കുക.
ഇന്നിപ്പോൾ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലാ കളക്ടറിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ക് പേനയിലേക്ക് ഒരു തിരിച്ചുവരവ് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നുണ്ട്. ഒറ്റത്തവണ മാത്രം ഉപയോഗിച്ച് എടുത്ത് ദൂരെ എറിയുന്ന പേനകൾ മാറ്റിയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ റീഫിൽ ചെയ്യുന്ന ഇങ്ക് പേന വീണ്ടും ഉപയോഗിച്ചാലോ എന്നൊരു ചോദ്യം ഇപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ചോദ്യം നമ്മുടെ മുത്തശ്ശി നമ്മുടെ പ്രായത്തിലായിരുന്നപ്പോൾ ഈ പ്ലാസ്റ്റിക് സാധനത്തിന് പകരം എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ആ ഒരു ചോദ്യം ചോദിക്കുമോ നിങ്ങൾ? അധ്യാപകരോടും ചോദിക്കണം, വീട്ടിൽ പോയാലും ചോദിക്കണം. പണ്ട് ഈ ക്യാരി ബാഗൊന്നും ഇല്ലാത്ത സമയത്തും ഇവർ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരികയായിരുന്നല്ലോ വീട്ടിൽ, അല്ലേ? അപ്പോൾ ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഇല്ലാതിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു വീട്ടിൽ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടിരുന്നത്, അരി വാങ്ങിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കണം നിങ്ങൾ. ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇടിച്ചു കയറ്റമുണ്ട്. അത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അക്ഷയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. മാം, എൻ്റെ പേര് പുണ്യസ്റ്റൻ. ഞാൻ 4B-യിലാണ് പഠിക്കുന്നത്. മാം, എൻ്റെ ചോദ്യം, എൻ്റെ വീട്ടിൽ ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാർ വന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കാറുണ്ട്. അവരിത് എന്ത് ചെയ്യും? കണ്ടിട്ടുണ്ടോ ചേച്ചിമാരെ? കണ്ടിട്ടുണ്ടോ ചേച്ചിമാരെ? എവിടെയാ താമസം? തിരുമല. ശരി. അപ്പം നമ്മുടെ ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് പുണ്യ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ 30,000-ലേറെ ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. നമ്മുടെ ചേച്ചിമാർക്കും ആൻറ്റിമാർക്കും അങ്കിൾമാർക്കും എല്ലാവർക്കും ഈ ദിവസത്തിൽ ഒരു വലിയ കയ്യടി കൊടുത്താലോ നമുക്ക്? എന്തിനാണ് ഹരിതകർമ്മസേന ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കയ്യടി കൊടുക്കുന്നത്? നമുക്ക് വേണ്ടാത്ത ഈ പറഞ്ഞ അഴുക്ക സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, അല്ലേ? ആ അഴുക്ക സാധനങ്ങളൊക്കെ കൂടെ നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരത്തും ഒക്കെ ഇങ്ങനെ കൂടിക്കിടന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് ഓർത്താൽ പേടിയാകും, അല്ലേ? ഈ പറയുന്ന മാലിന്യം മൊത്തം എവിടെയും പോകാതെ നമ്മുടെ വീടിനകത്ത് തന്നെ നമ്മൾ വയ്ക്കുന്നു എന്ന് കരുതുക. എന്താ സംഭവിക്കുക? നമ്മുടെ വീട് വളരെ പെട്ടെന്ന് തന്നെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലായി പോവും, അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നായാലും ശരീരത്തിൽ നിന്നായാലും പരിസരത്തിൽ നിന്നായാലും ഒക്കെ അഴുക്ക് എന്നുള്ളത് നമ്മൾ എടുത്തു മാറ്റിക്കൊണ്ടേയിരിക്കണം. നിരന്തരം അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലേ? അപ്പം അങ്ങനെയുള്ള പ്രത്യേകിച്ചും അജൈവ മാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മസേന അംഗങ്ങൾ നമ്മൾ വീടാന്തരം വന്ന് അത് ശേഖരിച്ചു കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ശേഖരിച്ചു കൊണ്ട് പോയതിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതാണ് മോളുടെ ചോദ്യം. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പല തരങ്ങളിലുള്ള പ്ലാസ്റ്റിക് ഉണ്ട്. ചില പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ നിങ്ങൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ അതിലൊരു നമ്പർ ഉണ്ടായിരിക്കും. 1 മുതൽ 7 വരെയുള്ള പല ഗ്രേഡിലുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട്. അതിലെ ഓരോ ഗ്രേഡിലുള്ള ഓരോ തരത്തിലുള്ള പ്ലാസ്റ്റിക്കും യഥാർത്ഥത്തിൽ ഓരോ രീതിയിലാണ് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. അപ്പോൾ ചില പ്ലാസ്റ്റിക് നമുക്ക് പുനഃചക്രമണം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പൊതുവേ നമ്മൾ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, ചില കാര്യങ്ങൾ നമുക്ക് പുനരുപയോഗിക്കാൻ സാധിക്കും. അതിന് നമ്മൾ ഒരു പക്ഷേ പ്രത്യേകിച്ച് മറ്റാരുടെയും കയ്യിലേക്ക് അത് കൊടുക്കേണ്ട കാര്യമല്ല, നമുക്ക് തന്നെ അത് പുനരുപയോഗിക്കാൻ സാധിക്കും. ഒരേ വസ്തു നമുക്ക് പലതവണ ഉപയോഗിക്കാനായിട്ട് സാധിക്കും, പല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും, പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും, പല ഇടങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും, പല വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തുണി നമ്മൾ വളർന്നു കഴിയുമ്പോൾ ഉടുപ്പ് ചെറുതായി എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? കേട്ടോ? അപ്പോൾ പല ഉത്തരങ്ങളുണ്ട്, അല്ലേ? ചിലർ പറയുന്നുണ്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കുമെന്ന്, ചിലർ പറയുന്നുണ്ട് കത്തിച്ച് കളയുമെന്ന്, അല്ലേ? അങ്ങനെ പല ഉത്തരങ്ങളുണ്ട്. ആ പറഞ്ഞതിലാണ് ഞാൻ ഈ പറഞ്ഞത് പുനരുപയോഗം ചെയ്യണം എന്നുള്ളത്. ഏതൊരു വസ്തുവും ഭൂമിയിൽ ഒരു
മൂല്യത്തോടു കൂടി ഒരു വിലയോടു കൂടിയുള്ള ഒരു വസ്തുവാണ്. നമ്മുടെ ഉപയോഗം കഴിഞ്ഞ ഉടനെ അതിനെ കത്തി നശിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് വളരെ ചുരുക്കം ചില സാമഗ്രികൾക്ക് മാത്രം വേണ്ടുന്ന ഒരു ചിട്ടയാണ്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ടുന്ന ചിട്ടയല്ല. നമുക്ക് ആശുപത്രികളിൽ ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ, ചില വസ്തുക്കളൊക്കെ ഒറ്റത്തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ഉപയോഗിക്കാൻ പാടില്ല, കാരണം അപകടകാരിയാണ് എന്നുള്ള സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ അപ്പോൾ തന്നെ അതിനെ നശിപ്പിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കഴിയുന്നത്ര പുനരുപയോഗം ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് പഠിക്കേണ്ടുന്ന ഒരു വിഷയം. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് നൽകുക. ഇനി മറ്റൊരാൾക്ക് നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും ആക്കി തീർക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കുക. ബെഡ്ഷീറ്റ് എന്തോ അല്ല അത് തന്നെ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാം, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കൊച്ചാൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ അതേ വസ്തുവിനെ തന്നെ നമുക്ക് മറ്റു രൂപത്തിൽ മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ആദ്യത്തേത് പുനരുപയോഗം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നമുക്കങ്ങനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കില്ല, ഉപയോഗിക്കുന്നത് ശരിയല്ല, ആരോഗ്യകരമല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഈ പറയുന്നത് പോലെ മറ്റുള്ള ഏജൻസികൾക്ക് കൈമാറുന്നു. അവിടെ രണ്ടാമത് നമുക്ക് ചെയ്യാവുന്ന കാര്യം പുനഃചക്രമണം ചെയ്യുക എന്നുള്ളതാണ്. അതിനെ റീസൈക്കിൾ ചെയ്യുക എന്ന് നമ്മൾ പറയും. അപ്പോൾ ആദ്യത്തേത് റീയൂസ് ആയിരുന്നു, രണ്ടാമത്തേത് റീസൈക്കിളാണ്. അപ്പോൾ അത് റീസൈക്കിൾ ചെയ്ത് വരുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പലയിടങ്ങളിൽ ഈ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് നമ്മൾ റീസൈക്കിൾ ചെയ്ത് എടുക്കും. ഇനി അതും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവ നിഷ്ക്രിയ വസ്തുക്കളായി മാറി നമ്മൾ ഭൂമിക്കും മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ഒന്നും ഹാനികരമല്ലാത്ത രീതിയിൽ അവയെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. അപ്പോൾ ഈ 3 രീതികളിലാണ് പ്രധാനമായിട്ടും നമ്മുടെ ചേച്ചിമാർ വന്ന് ശേഖരിച്ചു കൊണ്ട് പോകുന്ന പ്ലാസ്റ്റിക് നമ്മൾ തരംതിരിച്ച് അതിനെ വൃത്തിയാക്കി അതിനെ പരിപാലിക്കുന്നത്. ഓക്കെ, ഇനി വേറെ ആർക്കാ ചോദ്യമുള്ളത്? വരാം, ഒരു മിനിറ്റ്. എന്റെ പേര് ഗഹന സന്തോഷ്. ഞാൻ 4 പേരാണ് പഠിക്കുന്നത്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ക്യാൻസറിന് കാരണമാകുമെന്ന് പറയുന്നു. ഇതിലെ ശാസ്ത്രീയ വശം എന്താണ്? അപ്പോൾ വളരെ ഗഹനമായിട്ടുള്ളൊരു ചോദ്യമാണ് ഗഹന ചോദിച്ചിട്ടുള്ളത് അല്ലേ? പ്ലാസ്റ്റിക് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചിലത് റീസൈക്കിൾ ചെയ്തെടുക്കുന്നു, ചിലത് മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവയെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നു, അവയെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. ഇനി ഇതിലൂടെ ഒന്നും കടന്നു പോകാതെ എനിക്കിത് വേറെ ആർക്കും കൊടുക്കാനൊന്നും വയ്യ, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എൻ്റെ വീട്ടിൻ്റെ പിന്നാലെ തന്നെ ചെറിയൊരു പറമ്പുണ്ട്, അവിടെ എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് കത്തിക്കാം അല്ലേ? അങ്ങനെ ഒരു തീരുമാനം പലരും എടുക്കാറുണ്ട്. ആ തീരുമാനം പക്ഷേ അപകടകാരിയായ ഒരു തീരുമാനമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗഹന ചോദിച്ചതുപോലെ തന്നെ പ്ലാസ്റ്റിക് മുതലായ മാലിന്യങ്ങൾ നമ്മൾ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അവയെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ അവയിൽ നിന്നും ഉണ്ടാകുന്ന വിഷാംശങ്ങളും രാസപദാർത്ഥങ്ങളുമൊക്കെ ഭൂമിയെയും ജീവജാലങ്ങളെയും മനുഷ്യനെയും അപകടത്തിലാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഏതൊക്കെ തരങ്ങളിലുള്ള അപകടങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉള്ള സത്യം പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അറിയില്ല. കുറച്ച് അപകടങ്ങൾ മാത്രമേ നമുക്ക് അറിയൂ ഇന്നും. കാരണം ഓരോ ദിവസം കഴിയും തോറും ഇവയിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിഷാംശത്തിൻ്റെയും രാസപദാർത്ഥങ്ങളുടെയും ഒക്കെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കൂടുതൽ കണ്ടുപിടിക്കും തോറും കൂടുതൽ വിഷാംശങ്ങൾ അതിലുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് എന്നുള്ളത്, ഹോർമോൺസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മുതൽ, ശരീരത്തിലുള്ള രാസവസ്തുക്കളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മുതൽ, നമുക്ക് ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ഭ്രൂണത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മുതൽ
ക്യാൻസർ മുതൽ ഒരുപാട് അസുഖങ്ങൾക്ക് ഇവ റിസ്ക് കൂട്ടുന്നു എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾ വരുവാൻ നമ്മൾക്ക് കൂടുതൽ സാധ്യതയുണ്ടാകും ഇത്തരത്തിലുള്ള വിഷാംശമുള്ള പുക നമ്മുടെ ഉള്ളിൽ ചെന്നാൽ എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതിന് 100% നമുക്ക് എല്ലാ അറിവുമുണ്ട് എന്ന് അവകാശപ്പെടാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അതിൽ നിന്നും ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ കഴിയുന്നത്ര അത്തരത്തിലുള്ള പ്രവണതകളിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഓക്കെ മാം, ഞാൻ മുഹമ്മദ് ഷെഫിൻ 4Cയിൽ പഠിക്കുന്നു. എൻ്റെ ചോദ്യം, ചികിത്സാ രംഗത്ത് ഒരു തവണ ഉപയോഗിച്ച പ്ലാസ്റ്റിക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ, അതിന് പകരം എന്ത് ചെയ്യാം? അതെ, ഷഫിൻ ചോദിച്ച കാര്യം വളരെ പ്രസക്തമാണ്. ഞാൻ ആദ്യം പ്രസംഗിക്കുമ്പോൾ ആരംഭിച്ചതുപോലെ നമുക്ക് നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിനെ ആകെ മൊത്തം നമ്മൾ ഉപേക്ഷിച്ചു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതം തന്നെ ദുസ്സഹമായേക്കാം. കാരണം അത്രയധികം നമ്മൾ പ്ലാസ്റ്റിക്കിനെ ആശ്രയിച്ചാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തെ, നമ്മുടെ മെഡിക്കൽ രംഗത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം എന്നുള്ളത്. ഒരുപാട് അത്യാധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളും അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ വളരെ ഗുണകരമായിട്ടുള്ള ഉപയോഗത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ഒരുപക്ഷെ ഏറ്റവും അധികം കാണുന്നത് സിറിഞ്ചുകളായിരിക്കും. പക്ഷെ സിറിഞ്ചുകൾക്കുപരിയായി ഒരുപാട് ഉപകരണങ്ങളിൽ, നമ്മുടെ ജീവൻ രക്ഷിക്കാവുന്ന ഒരുപാട് ഉപകരണങ്ങളിൽ പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ അവയെല്ലാം തന്നെ ചിലതൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിക്കുക, അതിനെ ഉപേക്ഷിക്കേണ്ടുന്നവയാണ്. ചിലത് നമുക്ക് പുനരുപയോഗം ചെയ്യാൻ സാധിക്കും. അത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഓട്ടോക്ലേവിങ് ചെയ്തതിന് ശേഷം. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞു മനസ്സിൽ അതിനെക്കുറിച്ച് അധികം ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ആശുപത്രികളിൽ ഈ പ്ലാസ്റ്റിക് എങ്ങനെയാണ് ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്, മനുഷ്യനും പ്രകൃതിക്കും ഒന്നും ഹാനികരമല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ഇവയെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുമുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ പ്രവർത്തന രേഖയുമുണ്ട്. അതുകൊണ്ട് തന്നെ അവ ആ രീതിയിൽ ആശുപത്രികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ചോദിച്ചോളൂ. ജൂൺ 5 എന്തിനാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്? ആർക്കെങ്കിലും അറിയോ? എല്ലാ ദിവസവും പരിസ്ഥിതി ദിനമാണ്, അല്ലേ? ഒരു ദിവസം മാത്രം എന്തിനാ പരിസ്ഥിതി ദിനാക്കുന്നത്, അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇവിടെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൈയടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓളമുണ്ട്. ഒത്തൊരുമിച്ച് കൈയടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഓളമുണ്ട്, ഒരു ഈണമുണ്ട്, ഒരു കരുത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ ലോകം മൊത്തം ഒരു ദിവസം പ്രകൃതിയോടുള്ള നമ്മുടെ നന്ദി രേഖപ്പെടുത്തുവാനായിട്ട് നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ തിരഞ്ഞെടുത്ത ഒരു ദിവസമാണ് ജൂൺ 5 എന്നുള്ളത്. അപ്പോൾ ആ ദിവസം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുന്നു, പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇനി സംസാരിച്ചാലും മാത്രം മതിയോ? പോരാ. ഇവിടെ പ്രതിജ്ഞ എടുത്തു, അതുപോലെ തന്നെ അത് പ്രവൃത്തിയായും കൂടെ മാറണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒറ്റ ഒരു ദിവസത്തിൽ ഈ ഒരു പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഓക്കെ, ഇനി കഴിഞ്ഞോ? ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞോ? എന്തോ പറഞ്ഞോ? മാം, ഞാൻ പാർവതി നദർ 4Dയിൽ പഠിക്കുന്നു. ഇത്തവണത്തെ പരിസ്ഥിതി ദിന സന്ദേശം ബീറ്റ് ദ പ്ലാസ്റ്റിക് ആണല്ലോ. കുട്ടികളായ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഓക്കെ, അപ്പോൾ
നമ്മൾ ഇവിടെ കാണുമ്പോൾ, ഞാനിവിടെ വന്ന് കയറിയപ്പോൾ ആദ്യം നമ്മുടെ പൂക്കളൊക്കെയാണ് കണ്ടത്. നിങ്ങളുടെ അലങ്കാരങ്ങളൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? എല്ലാം പ്ലാസ്റ്റിക് വെച്ചിട്ടാണോ ചെയ്തേക്കുന്നേ? അല്ല, അതാണ് ആദ്യത്തെ സന്ദേശം എന്നുള്ളത്. നമുക്ക് പ്ലാസ്റ്റിക്കിന് പകരം മറ്റെന്തെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇടങ്ങളിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഓരോ തവണയും പ്ലാസ്റ്റിക്കോ മറ്റെന്തെങ്കിലുമോ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുമ്പോൾ പ്ലാസ്റ്റിക് അല്ലാത്ത സാധനം ഉപയോഗിക്കുക അല്ലേ? പ്ലാസ്റ്റിക് പ്ലേറ്റിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, സ്റ്റീൽ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ പ്ലാസ്റ്റിക് തിരഞ്ഞെടുക്കാതിരിക്കുക. അതാണ് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി ഒരു ചെറിയൊരു എക്സസൈസ് കൂടെ, ഒരു അസൈൻമെൻറ്റ് കൂടെ നിങ്ങൾക്ക് തരാം ഞാൻ. ഒരു ദിവസം രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളുടെ, വസ്തുക്കളുടെ ഒരു പട്ടിക തയ്യാറാക്കാമോ? രാവിലെ എണീറ്റാൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? വെള്ളം കുടിക്കുമോ? വെള്ളം കുടിക്കും? ഇല്ല, വെള്ളം കുടിക്കില്ലേ രാവിലെ എണീറ്റ്? വെള്ളം കുടിക്കും. ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ ബോട്ടിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിലാണോ, സ്റ്റീൽ ബോട്ടിലാണോ, പ്ലാസ്റ്റിക് ബോട്ടിലാണോ എന്നുള്ളത് നോക്കാം. സ്റ്റീൽ ബോട്ടിൽ, സ്റ്റീലുണ്ട്, പ്ലാസ്റ്റിക്കും ഉണ്ട്. ഇവിടെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു പട്ടിക തയ്യാറാക്കുക. രാവിലെ കണ്ണു തുറക്കുന്ന സമയം മുതൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന ഏതൊക്കെ വസ്തുക്കളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് ഒരൊറ്റ ദിവസത്തിൽ. അപ്പോൾ ബോട്ടിലിൽ ചിലപ്പോൾ പ്ലാസ്റ്റിക് ഉണ്ടായിരിക്കും അവിടെ അല്ലേ? ഇനി അടുത്തെന്താ പറഞ്ഞാൽ പല്ല് തേക്കാൻ പോകുന്നു അല്ലേ? പല്ല് തേക്കാൻ പോകുമ്പോൾ പേസ്റ്റ് ഉപയോഗിക്കാറില്ലേ? പേസ്റ്റ് കവർ പ്ലാസ്റ്റിക്, പേസ്റ്റിൻ്റെ കവർ പ്ലാസ്റ്റിക് ആണ് അല്ലേ? ഇനി ബ്രഷോ? പ്ലാസ്റ്റിക്. പോയില്ലേ? അങ്ങനെ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് ഉണ്ട്. നട്ടിരിക്കുന്ന മാല മുതൽ അല്ലേ, നമ്മുടെ ബോക്സ് മുതൽ, നമ്മൾ ഉപയോഗിക്കുന്ന പേന മുതൽ, നമ്മുടെ സ്കൂൾ ബാഗ് മുതൽ, പേപ്പർ വെയ്റ്റ് മുതൽ, ഇങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് അല്ലേ? നമ്മുടെ ചെടിച്ചട്ടികൾ മുതൽ. ഒന്ന് കണ്ണ് തുറന്നൊന്ന് നോക്കിയാൽ മതി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം എല്ലാവരും ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കണം. തയ്യാറാക്കി തരുമോ ഞങ്ങൾക്ക്? നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഞങ്ങളത് ശേഖരിക്കാനായി വീണ്ടും വരാം ഇങ്ങോട്ട്. ഓക്കെ? അപ്പോൾ തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഗീതു ആൻറ്റിയും ശ്രുതി ആൻറ്റിയും ഒക്കെ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ തിരിച്ചു വന്നിട്ട് നിങ്ങളതൊന്ന് കയ്യിൽ കൊടുക്കണം. ബീറ്റ് ദ പ്ലാസ്റ്റിക് എന്നുള്ള ആഹ്വാനത്തിൻ്റെ ആദ്യത്തെ പടി അതാണ്. പ്ലാസ്റ്റിക് എവിടെയുണ്ട്, ഏത് രൂപത്തിലുണ്ട്, അത് നമുക്ക് ആവശ്യമാണോ അനാവശ്യമാണോ എന്നൊക്കെയുള്ള തിരിച്ചറിവാണ് ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ആ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ചെറിയ ഡയറി. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഡയറി എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കുക. പ്ലാസ്റ്റിക്കിനാൽ നിർമ്മിതമായിട്ടുള്ള ഡയറി അല്ല, മറിച്ച് പ്ലാസ്റ്റിക് സാമഗ്രികൾ ഉപയോഗിക്കുന്നതിൻ്റെ പട്ടിക തയ്യാറാക്കുന്ന ഒരു ഡയറി എല്ലാവരും ആദ്യം ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. നമുക്ക് സമയത്തിൻ്റെ ഒരു കുറവുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ചോദ്യം കൂടെ. ഓക്കെ? പ്ലാസ്റ്റിക് ഉണ്ടാക്കൂലേ, അതെങ്ങനെ ഉണ്ടാക്കുന്നത്? പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത് നല്ല ചോദ്യമാണ്. നമ്മളെപ്പോഴും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതും ഉപയോഗിച്ചതിന് ശേഷവും എന്താ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചാണ് പൊതുവേ സംസാരിക്കാറ് അല്ലേ? അപ്പോൾ ഈ പ്ലാസ്റ്റിക് അങ്ങ് ഉണ്ടാക്കാതിരുന്നാലോ, എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു മുഖം എന്നുള്ളത്. അപ്പോൾ പ്ലാസ്റ്റിക് ആദ്യമായി യഥാർത്ഥത്തിൽ ഒരു ലാബിനുള്ളിൽ, ഒരു കെമിസ്ട്രി ലാബിനുള്ളിൽ വളരെ രസകരമായ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അറിയാതെ കണ്ടുപിടിച്ചതാണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിൻ്റെ സ്വഭാവത്തോടു കൂടി അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ എന്നുള്ളതും ഇപ്പോൾ
ലോകം മനസ്സിലാക്കുന്നുണ്ട്. മാം, എൻ്റെ പേര് ശിവാനി എസ്. ഞാൻ 4ഡിയിൽ പഠിക്കുന്നു. പൊട്ടിയ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റും മറ്റും നമ്മൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാറില്ലേ? അത് ദോഷമാണോ? ഇല്ല, പ്ലാസ്റ്റിക് അതാ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പുനരുപയോഗം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പുനരുപയോഗം ചെയ്യണം. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായി അവയെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൈമാറണം. അപ്പോൾ ഇപ്പം നമുക്ക് അത്തരത്തിലുള്ള ഒരു വലിയ തലവേദന ഒഴിവാക്കാനാണ് വീട്ടിലേക്ക് തന്നെ നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ ചേച്ചിമാർ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കൾ അവരുടെ കയ്യിലേക്ക് കൊടുത്താൽ സർക്കാർ അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ അതിനെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. പറഞ്ഞു. മാം, എൻ്റെ പേര് അക്ഷയ എസ്. ഞാൻ 4ഇയിലാണ് പഠിക്കുന്നത്. മാം, പ്രകൃതിദത്ത പ്ലാസ്റ്റിക് എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താണ്? നമ്മൾ പ്ലാസ്റ്റിക്കിന് പകരം എന്തെങ്കിലും നമുക്ക് ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് വേണം എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായി അല്ലേ? അപ്പോൾ പ്ലാസ്റ്റിക്കിന് പകരം, ഇപ്പോൾ പ്ലാസ്റ്റിക് കവറിന് പകരം നമ്മൾ പേപ്പർ കവറാണ് ഉപയോഗിക്കുന്നതെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ തുണി സഞ്ചിയാണ് ഉപയോഗിക്കുന്നതെന്നിരിക്കട്ടെ അല്ലേ? ഇവിടെ നമ്മൾ കുറച്ച് തുണി സഞ്ചികളൊക്കെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തുണി സഞ്ചികൾ പോയാലും എടുത്തുകൊണ്ട് പോയാലും നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും, സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും, എല്ലാം ശരിയാണ്. പക്ഷേ ഇന്ന് നല്ലൊരു മഴ പെയ്താലോ എന്താ സംഭവിക്കുക? അതെല്ലാം അങ്ങ് നനഞ്ഞു പോകും അല്ലേ? അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ചില ഗുണഗണങ്ങൾ, ചില സ്വഭാവങ്ങൾ ഇല്ലാത്ത വസ്തുക്കളാണ് പലപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക്കിന് ബദലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ ഗുണഗണങ്ങളും ഉള്ള വസ്തുക്കൾ അതിന് ബദലായി നമുക്ക് സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ബയോ പ്ലാസ്റ്റിക്സ് എന്നുള്ള ഒരു മേഖലയിൽ ഇപ്പോൾ ഒരുപാട് ഗവേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് സൃഷ്ടിക്കുമ്പോൾ ഫോസിൽ ഫ്യൂവലിൽ നിന്നുമല്ലാത്ത പ്ലാസ്റ്റിക്, എണ്ണയിൽ നിന്നുമല്ലാത്ത പ്ലാസ്റ്റിക്, വിഷാംശം നിറഞ്ഞ രാസവസ്തുക്കൾ ഇല്ലാത്ത പ്ലാസ്റ്റിക്, പ്രകൃതിദത്തമായിട്ടുള്ള പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നും എങ്ങനെ സൃഷ്ടിക്കാം എന്ന് മനസ്സിലാക്കുന്നതാണ് ബയോ പ്ലാസ്റ്റിക്സിൻ്റെ ഒരു മേഖല. ഇപ്പോൾ നല്ല രീതിയിൽ അതിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാത്തിനും ഉത്തരം നമുക്കിപ്പോഴും ഇല്ല. മാം, ഞാൻ ഹന്ന ഫാത്തിമ 4Fൽ പഠിക്കുന്നു. കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ കപ്പൽ മുങ്ങിയില്ലേ? അതിലെ പ്ലാസ്റ്റിക് തരികൾ നമ്മുടെ തീരദേശത്തും അടിഞ്ഞു. ഈ പ്ലാസ്റ്റിക് തരികൾ നമുക്ക് ദോഷമാവില്ലേ? നമുക്ക് കടലിലായാലും കരയിലായാലും ഒക്കെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും നമ്മൾ അനിയന്ത്രിതമായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പലതും നമ്മുടെ പുഴകളിലും തോടുകളിലും ഒക്കെ അടിഞ്ഞുകൂടി നമ്മുടെ കടലിൽ ചെന്നെത്താറുണ്ട് അല്ലേ? അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഒരു പക്ഷേ നമുക്ക് എങ്ങനെയാണ് അത് നമ്മുടെ സമുദ്രജീവനുകളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പോലും നമുക്ക് പൂർണ്ണമായിട്ടും ഒരു അറിവ് നമുക്ക് ഇല്ല. കാരണം ഈ പ്ലാസ്റ്റിക്കൊക്കെ സമുദ്രത്തിനുള്ളിലെ ഓരോ ജീവജാലങ്ങൾ അറിയാതെ അതൊക്കെ ഭക്ഷിച്ചും കൂടെ പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കപ്പൽ അപകടത്തിൽ കണ്ടെയ്നറുകൾക്കുള്ളിൽ ഉണ്ടായിരുന്ന ചില പ്ലാസ്റ്റിക് പൊതികൾ, ഇപ്പോൾ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ അതിലുണ്ടായിരുന്ന മറ്റു വസ്തുക്കൾ പൊതിഞ്ഞു വയ്ക്കാനായിട്ട് ഉപയോഗിച്ച പ്ലാസ്റ്റിക്, ഒപ്പം പ്ലാസ്റ്റിക് നിർമ്മിക്കുവാനായി ഉതകുന്ന ചില പ്ലാസ്റ്റിക് ഗ്രാന്യൂൾസ് ഉണ്ട്, ചെറിയ ചെറിയ ഗുളികകൾ പോലെയുള്ള പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ അതിന് നേർഡിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നേർഡിൽസ് എല്ലാം പെട്ടെന്ന് തന്നെ കരയ്ക്കടുക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇത് കടലിൻ്റെ ഉള്ളിൽ മുങ്ങി താഴ്ന്നു പോകുന്നതിനേക്കാൾ കരയ്ക്കടുക്കുന്നതാണ് കൂടുതൽ നല്ലത്, നമുക്ക് കൂടുതൽ സുരക്ഷിതം. കാരണം കരയ്ക്കടുക്കുമ്പോൾ, നമ്മുടെ തീരത്തേക്ക് അടുക്കുമ്പോൾ നമുക്കത് കാണുവാനും അതിനെ അപ്പം തന്നെ എടുത്ത് മാറ്റുവാനും കഴിയും. ഇത് വളരെ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ തിരമാലയുടെ കൂടെ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുക. ഇത് താഴത്തേക്ക് മുങ്ങിത്താന്ന് പോകുന്ന പ്ലാസ്റ്റിക് അല്ല നേർഡിൽസ് എന്നുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നമുക്കത് ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ, നമുക്ക് യാതൊരു അപകടവും ഉണ്ടാവാതെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ അവയെ ഈ പറയുന്ന തീരങ്ങളിൽ നിന്നും എടുത്തു മാറ്റാനും അവയെ
മറ്റ് ഇടങ്ങളിലേക്ക് സുരക്ഷിതമായി കൊണ്ട് ചെന്നെത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മാം, എൻ്റെ പേര് നാൻസി പിയർ. 4F പഠിക്കുന്നു. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചൂടുള്ള ആഹാര സാധനങ്ങൾ കഴിക്കരുത്, സൂക്ഷിക്കരുത് എന്ന് പറയും. എന്താണ് അങ്ങനെ? ഞാൻ പറഞ്ഞതുപോലെ മോളെ, പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പല തരങ്ങളിലുള്ള പ്ലാസ്റ്റിക് ഉണ്ട്. ചിലത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു വരും, ചില പ്ലാസ്റ്റിക് അങ്ങനെയൊന്നും അല്ലാത്ത സാധാരണ പ്ലാസ്റ്റിക് ഉണ്ടാവും. അപ്പോൾ ഓരോ ആവശ്യത്തിന് ഓരോ തരത്തിലുള്ള പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കുകൾ, ചില പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വളരെയധികം ചൂടുള്ള ലായനികൾ അതിലേക്ക് വീഴുന്നു എന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ, നമുക്ക് ഒരു പക്ഷേ കണ്ണിന് കാണാൻ പോലും സാധിക്കാത്ത തരത്തിൽ ചെറിയ തോതിൽ അവ അതിൽ നിന്നും ഉരുകും. അങ്ങനെ ഉരുകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വളരെ കുന്നിമണി പോലുള്ള ചെറിയ അംശങ്ങൾ, മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് നമ്മൾ പറയും. മൈക്രോ പ്ലാസ്റ്റിക്സും അതിലും ചെറിയ സാമാനങ്ങൾ നാനോ പ്ലാസ്റ്റിക്സും, അതൊക്കെ വളരെ ചെറിയ ഒരു മണൽത്തരിയുടെ അത്രയും, നമ്മുടെ ഒരു മുടി നാരിഴയുടെ അത്രയും പോലും കനമില്ലാത്ത ഒരു വലിപ്പമാണ് ഞാനീ പറയുന്നത്. ഒരു മുടി നാരിഴയുടെ അത്രയും വലിപ്പമില്ലാത്ത വസ്തുക്കളാണ് ഞാനീ പറയുന്നത്. അങ്ങനത്തെയുള്ള മൈക്രോ പ്ലാസ്റ്റിക്സും നാനോ പ്ലാസ്റ്റിക്സും ഒക്കെ ചിലപ്പോൾ വളരെ ചൂടുള്ള ലായനികളോ ഭക്ഷണ പദാർത്ഥങ്ങളോ ഒക്കെ ഈ പ്ലാസ്റ്റിക്കുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ അതിൽ നിന്നും ഉരുകി പുറത്തേക്ക് വരും. അത് നമ്മൾ അറിയാതെ ഭക്ഷിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് അത് അപകടകരമാകും എന്നുള്ളത് കൊണ്ടാണ് കഴിയുന്നത്ര അത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ചോദ്യങ്ങൾ അവസാനിച്ചോ? ചോദ്യങ്ങൾ അവസാനിക്കരുത്. ശരിക്കും ചോദ്യങ്ങൾ ഇനിയും തുടരണം. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഉപയോഗവുമായി ബന്ധപ്പെട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം അത്തരത്തിൽ ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കൂ. ഇനി ഞങ്ങൾ മാത്രമല്ല, നിങ്ങളും കൂടെ ചേർന്നാണ് ഈ ഉത്തരങ്ങൾ കണ്ടെത്താൻ പോകുന്നത് എന്നുള്ളത് കൂടി പറയുവാനാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പം നമ്മൾ ഒരുമിച്ച് പ്ലാസ്റ്റിക്കിനെ ചെറുക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ, ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഇന്നിപ്പോൾ വിട പറയുകയാണ്. അപ്പോൾ വീണ്ടും തിരിച്ചു വരും. എല്ലാവരും പ്ലാസ്റ്റിക് ഡയറി ഉണ്ടാക്കണം എന്നുള്ളത് ഓർക്കുക. അധ്യാപകരോട് ഒരു റെഫറൻസ് പോയിൻ്റായിട്ട് നിങ്ങൾക്കുള്ളത്, ഇപ്പോൾ 2024 യൂണിസെഫിൻ്റെ ഒരു രേഖയുണ്ട്. ജനറേഷൻ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രേഖയാണ്. ഈ തലമുറ എങ്ങനെയാണ് പ്ലാസ്റ്റിക്കിനാൽ ആവരണം ചെയ്യപ്പെട്ട് ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരികയും, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കാലചക്രം എടുത്തു നോക്കുകയാണെങ്കിൽ എവിടെ നിന്നാണ് പ്ലാസ്റ്റിക് സൃഷ്ടിക്കുന്നത്, അതിൻ്റെ നിർമ്മാണം മുതൽ അത് എങ്ങനെയാണ് അടുത്ത തലമുറകൾക്ക് ആഘാതം സൃഷ്ടിക്കുന്നത് എന്നുള്ളത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു രേഖയാണ്. അത് അധ്യാപകർ അതിനെ പഠിച്ചതിന് ശേഷം കുട്ടികളുമായി പങ്കുവെക്കുന്നത്, അതിൽ നിന്നും നമ്മൾ ഒപ്പിയെടുക്കുന്ന ചില വിഷയങ്ങൾ പങ്കുവെക്കുന്നത് നല്ലതായിരിക്കും എന്നുകൂടി ഒന്ന് അറിയിക്കുകയാണ്. ഒരു 84 പേജുള്ള ഒരു ഡോക്യുമെൻ്റാണ് ജനറേഷൻ പ്ലാസ്റ്റിക് എന്നുള്ളത്. ആ ഒരു ആശയം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, KSWMPയുടെ ഡെപ്യൂട്ടി പ്രോജക്റ്റ് ഡയറക്ടറും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വ്യവസായ വകുപ്പിൻ്റെ ഒക്കെ MD ആയി പ്രവർത്തിക്കുകയും പോലീസ് ജോലി ഉപേക്ഷിച്ച് സിവിൽ സർവീസിലേക്ക് എത്തുകയും ഒക്കെ ചെയ്ത നമ്മുടെ നാട്ടുകാരൻ കൂടിയായ, തൊട്ടടുത്ത ചെമ്പഴന്തി നിവാസി കൂടിയായ പ്രിയപ്പെട്ട ഡോക്ടർ ഹരികുമാർ K IAS അവർകളെ ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഉറങ്ങിയോ ആരെങ്കിലും? ക്ഷീണമായോ? ടീച്ചേഴ്സ് വെള്ളമൊക്കെ തന്നോ? എല്ലാവർക്കും മിഠായി ഇഷ്ടമാണോ? ഏത് മിഠായിയാണ് ഇഷ്ടം? ചോക്ലേറ്റ്, മഞ്ച് ഇല്ലയോ? ഡയറി മിൽക്ക്. ഓക്കെ, ഈ മിഠായി എങ്ങനെയാണ് കിട്ടുന്നേ? നല്ല വർണ്ണ കടലാസിലൊക്കെ പൊതിഞ്ഞിട്ടല്ലേ? ആണോ? കവറില്ലേ? ഉണ്ടോ ഇല്ലയോ?
മുട്ടായി നമ്മൾ കഴിച്ചിട്ട് ഈ കവർ എന്ത് ചെയ്യും? കളയും. ആണോ? കളയോ? ഈ കളഞ്ഞാൽ, നേരത്തെ മാഡം കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇത് കളഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ഒക്കെ പറഞ്ഞില്ലയോ? അപ്പം എന്താ ചെയ്യാൻ പറ്റുന്നേ? വീട്ടിലാണെങ്കിൽ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞിട്ട് അതൊരു പ്രത്യേക ബക്കറ്റിൽ ഇട്ട് സൂക്ഷിക്കണം. ഇനി അങ്ങനെ ചെയ്യുമോ? വീട്ടിൽ അമ്മയോട് പറയണം, ആഹാരത്തിൻ്റെ മിച്ചമാണെങ്കിൽ അതൊരു ബോക്സിൽ, ഇനി അതല്ല ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മുട്ടായി വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വേസ്റ്റ് ഏതെങ്കിലും ഒരു ബക്കറ്റിൽ ഇട്ട് വയ്ക്കാൻ പറയണം. ചെയ്യുമോ? ഇനി വെളിയിൽ കളയോ? നിങ്ങൾ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, ബസ്സിലോ ഓട്ടോയിലോ കാറിലോ, അവിടെ വെച്ചൊരു മുട്ടായി കഴിച്ചു, അതിൻ്റെ കവർ എന്ത് ചെയ്യും? ബസ്സിൻ്റെ വെളിയെറിയോ? എവിടെ വയ്ക്കും? ബാഗിൽ വയ്ക്കും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി കളയോ? നേരത്തെ കളയോന്നാണോ നമ്മൾ പറഞ്ഞത്? ബക്കറ്റ് ഇട്ട്. ഈ ബക്കറ്റ് കിട്ടുന്ന ആ വേസ്റ്റ് എന്ത് ചെയ്യും? വീട്ടിൽ 2 പച്ച ഉടുപ്പൊക്കെ ഇട്ട ചേച്ചിമാർ വരൂലേ, ചേച്ചിമാർക്ക് കൊടുക്കും അല്ലയോ? വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സാധനങ്ങൾ വാങ്ങാൻ പോകുമോ? പോകും. സാധനമൊക്കെ മേടിച്ചിട്ട് എങ്ങനെയാ കൊണ്ടുവരുന്നത്? പ്ലാസ്റ്റിക് കവറിലിട്ട്. പ്ലാസ്റ്റിക് കവർ അവരോട് ചോദിക്കുമോ അല്ലേ? ചോദിക്കുമോ? ചോദിക്കരുത്. നമുക്ക് നേരത്തെ മാഡം പറഞ്ഞില്ലേ, ഒരു തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? കറക്റ്റ്. സഞ്ജി മോൻ്റെ പേരെന്താ? റയാൻ. അപ്പം റയാൻ മോൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോകുമ്പോൾ ഒരു സഞ്ചി കൂടി എടുക്കണം അല്ലേ? പിന്നെ അച്ഛനും അമ്മയും മറന്നാലും നമ്മൾ എന്ത് ചെയ്യണം? പറയണം. ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. ചെയ്യുമോ? പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ കഴിക്കുന്ന മിഠായിയുടെയോ മറ്റേതെങ്കിലും വരുന്ന കവറോ ഒന്നും എവിടെയെങ്കിലും എറിയരുത്. അത് വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കുക. വീട്ടിലേക്ക് വരുന്ന ചേച്ചിമാർക്ക് കൊടുക്കണം. ഇനി വീട്ടിലെ അച്ഛനോ അമ്മയോ അത് തെറ്റിച്ചാൽ പോലും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലയോ? ചില കാര്യങ്ങൾ മക്കളാണ് അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. പറയുമല്ലോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ കേട്ടു, കുറേ സന്തോഷമായിട്ടിരിക്കുന്നു. ഇനി അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. KSW പറയാത്ത ഒരു പ്രോജക്റ്റാണ്. നമ്മൾ നേരത്തെ തന്നെ PTA കൂടി ആലോചിച്ച് വെച്ചിരുന്നൊരു പ്രോജക്റ്റാണ്. എല്ലാ കുട്ടികളിലും പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി കൃഷി വകുപ്പുമായി സംയുക്തമായി നടത്തുന്ന പരിപാടി അടുക്കള തോട്ട നിർമ്മാണത്തിനായിട്ടുള്ള വിത്തുകളാണ്. ആ വിത്ത് വിതരണം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട ദിവ്യ മേഡത്തിനെയും ഹരിസാറിനെയും അനിത മേഡത്തിനെയും ഒപ്പം ഈ സ്ഥാപനത്തിൽ നമ്മുടെ ഈ സ്റ്റാഫ് സെക്രട്ടറി രജിത ടീച്ചർ, ഒപ്പം ഈ പ്ലാസ്റ്റിക്കിന് വിരുദ്ധമായി, പ്ലാസ്റ്റിക്കിന് ബദലായി നമ്മുടെ പേപ്പർ കൊണ്ട് തന്നെ ഈ ക്രാഫ്റ്റുകളൊക്കെ ചെയ്ത് നമ്മളെ ഒരുപാട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന PTA ടീച്ചർ കൂടിയായ രാജ്യ ടീച്ചറിനെയും ഇത് ഏറ്റുവാങ്ങുന്നതിന് കുട്ടികളെയും ഒക്കെ ക്ഷണിക്കുകയാണ്. ഈ അടുത്ത പരിപാടി വിത്ത് വിതരണമാണ്. ഹലോ ഹലോ ഹലോ. ഓക്കെ, എന്നെ മുന്നേ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? എവിടെയെങ്കിലും വെച്ച്? ഇല്ല. കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും, കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവില്ല. വളരെ ചുരുക്ക സമയമുള്ളൂ. പ്ലാസ്റ്റിക്കിനെ കുറിച്ചൊക്കെ നമ്മുടെ ദിവ്യ മാം പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടില്ലേ? അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ബയോ പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ? ഈ പ്ലാസ്റ്റിക് മറ്റൊന്നിന് ബദലായിട്ടാണ് വന്നിട്ടുള്ളതെന്നറിയോ? അതായത് വേറൊരു സാധനത്തിന് പകരമായിട്ടാണ് പ്ലാസ്റ്റിക് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ആ വന്ന പ്ലാസ്റ്റിക്കിന് ബദലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അല്ലേ? അല്ലേ? പല്ല് വെക്കാറുണ്ടോ? പല്ല് വെക്കാറുണ്ടോ? ഉറപ്പാ? ഒരു ദിവസം എത്ര നേരം പല്ല് വെക്കും? 2 നേരം തേക്കോ? അപ്പോൾ ഒരു മാസത്തിൽ എത്ര ബ്രഷ് ഉപയോഗിക്കും? പല്ല് തേക്കുന്ന ബ്രഷില്ലേ?
1. ഒരു വർഷത്തിൽ എത്ര എണ്ണം ഉപയോഗിക്കും? 2 എണ്ണം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, 4 എണ്ണം ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ? 8 എണ്ണം ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ പല്ല് തേച്ചതിന് ശേഷം ഈ ബ്രഷ് എവിടെയാണ് പോകുന്നതെന്ന്? ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൽ മാത്രം പല്ല് തേക്കുന്ന ബ്രഷ് പിന്നെന്താവും? അച്ഛൻ ഡൈ അടിക്കാൻ വേണ്ടി എടുക്കും. അച്ഛൻ ഡൈ അടിച്ചതിന് ശേഷം നമ്മൾ സൈക്കിളിൻ്റെ ചെയിൻ ക്ലീൻ ആക്കാൻ വേണ്ടി എടുക്കും. പിന്നെ നമ്മുടെ പറമ്പിലേക്ക് പോകും. ഇങ്ങനെ പറമ്പിലേക്ക് പോകുന്ന ബ്രഷ് എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നറിയോ? എത്ര വർഷം ഉണ്ടാവും? 700 വർഷത്തോളം. അതായത് നിങ്ങളുടെ 7 തലമുറ. ഇതേപോലെ ബ്രഷ് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതുപോലെ. അതായത് ഈ പ്ലാസ്റ്റിക്കിന്റെ തുടക്കം എന്ന് പറയുന്നതിന്റെ പിന്നിലൊരു കഥയുണ്ട്. എന്താണെന്നറിയോ? ആനേനെ അറിയോ? ആനേനെ കണ്ടിട്ടുണ്ടോ? ആന കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഇല്ലേ? കാടിന്റെ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ആന എന്ന് പറയുന്നത്. ഈ ആനകളുടെ വേട്ട കൂടി വരുന്ന സമയം ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ഗോൾഫ് എന്ന് പറയുന്ന കളി. ഒരു ബാറ്റ് വെച്ചിട്ടൊരു ബോൾ തട്ടി വിടുന്ന കളി കണ്ടിട്ടില്ലേ വലിയ പറമ്പില്? ഇത് കണ്ടിട്ടില്ല? ഇനി നോക്കിയാൽ മതി. നമ്മുടെ ഇവിടെ കവടിയാർ ഗോൾഫ് ക്ലബ്ബൊക്കെ ഉണ്ട്. ആണോ? ഈ ഗോൾഫ് ഇത് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ബോളില്ലേ, ഈ ബോളിന് പകരമായി ഈ ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു എന്നറിയോ? ഈ ആനയില്ലേ, ആനയുടെ കൊമ്പായിരുന്നു. അപ്പൊ ഈ ആനയുടെ കൊമ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ആനേനെ കൊല്ലണം. അങ്ങനെ ആനകളെ ഇങ്ങനെ കൊന്നു കുറേ ആനകളെ കൊന്നു തുടങ്ങിയപ്പോഴത്തേക്ക് എന്തു പറ്റി? ഇങ്ങനെ ആനകൾ ചത്തോണ്ടിരിക്കല്ലേ. ആനകളില്ല എന്നുണ്ടെങ്കിൽ കാടുണ്ടാവൂല. കാടില്ല എന്നുണ്ടെങ്കിൽ എന്തു പറ്റും? മരങ്ങൾ ഉണ്ടാവില്ല, ഭൂമി ഉണ്ടാവില്ല, നമുക്ക് താമസിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ രീതിയിലേക്ക് മാറിക്കൊണ്ടിരുന്ന സമയത്ത് ഇതിന് പകരമായിട്ടാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒന്നിന് പകരമായിട്ടാണ് മറ്റൊന്ന് വന്നു തുടങ്ങിയിട്ടില്ല. പ്ലാസ്റ്റിക് കുറേ വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലേ, കുറേ കാലം മുന്നോട്ട് പോകില്ലേ? പ്ലാസ്റ്റിക് സത്യം പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളല്ല. പ്ലാസ്റ്റിക് നല്ല കുട്ടിയാ, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവനെ ഒറ്റത്തവണ ഉപയോഗിക്കുമ്പോഴാണ് അവൻ പ്രശ്നക്കാരനായിട്ട് മാറുന്നതെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ നിന്നാണ് നമ്മൾ മാറി നിൽക്കേണ്ടത്. അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പല്ല് തേക്കുന്ന ബ്രഷില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷ്, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബ്രഷ് ഉണ്ട്. നിങ്ങളുടെ തൊട്ട് പിന്നിലൊരു ടേബിൾ ഉണ്ട്. അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ തൊട്ട് പിന്നിലായിട്ടൊരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതേപോലെയുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കളിപ്പാട്ടങ്ങളില്ലേ, ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഇരുന്നോ. നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന കളിപ്പാട്ടങ്ങളില്ലേ, അതുൾപ്പെടെ നമുക്ക് അതിൻ്റെ പുറകിൽ കാണാൻ പറ്റും, പ്ലാസ്റ്റിക് അല്ലാത്തത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ബദൽ മാർഗങ്ങൾ നമുക്കുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഇതിന് ശേഷം ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് അത് അവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റും തരുന്നുണ്ടാവും. ഓക്കെ, ഉറപ്പല്ലേ? അപ്പോൾ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ബദൽ മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട്. മുള കൊണ്ടുള്ള ബ്രഷ് ഉണ്ട്. പിന്നെ നിങ്ങൾ സ്ട്രോ ഉപയോഗിക്കാറില്ലേ? സ്ട്രോ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടോ? ഈ സ്ട്രോയുടെ ആവശ്യമുണ്ടോ സത്യത്തിൽ? നാരങ്ങളും കുടിക്കാൻ എന്തിനാ സ്ട്രോ ആവശ്യമുണ്ടോ? ഗ്ലാസ്സോടുകൂടി കുടിച്ചൂടെ? കരിക്കും വെള്ളം നമുക്ക് സ്ട്രോ ഇല്ലാതെ കുടിക്കാലോ. കുടിക്കാൻ പറ്റുന്നേ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് പകരം പ്ലാസ്റ്റിക് സ്ട്രോയ്ക്ക് പകരം നമുക്ക് പുതിയൊരാൾ വന്നിട്ടുണ്ട്. ആരാ? സത്യത്തിൽ പേപ്പർ സ്ട്രോ നല്ലതാണോ? പേപ്പർ സ്ട്രോ ഉണ്ടാക്കണമെങ്കിൽ എന്താ വേണ്ടേ? പേപ്പർ വേണം. ആ പേപ്പർ എവിടെ നിന്നാ വരുന്നത്? കേട്ടില്ല. മരത്തിന്റെ ഉള്ളിൽ നിന്നാ. അപ്പൊ എത്രത്തോളം മരങ്ങൾ മുറിക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പേപ്പർ സ്ട്രോ നല്ലതാണോ? അല്ലല്ലോ. ആണോ? അപ്പോൾ സ്ട്രോ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് പകരമായിട്ട് സ്റ്റീലിന്റെ സ്ട്രോ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് വാങ്ങാൻ പറ്റും. നിങ്ങൾ ഈ സ്റ്റീലിന്റെ ബോട്ടിൽ ഉപയോഗിക്കത്തില്ലേ, അതേപോലെ നിങ്ങൾക്ക് സ്റ്റീലിന്റെ സ്ട്രോ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നൊരു സമയത്ത് സംസാരിക്കാം. ഓക്കെ, സമയം ഭയങ്കര കുറവാണ്. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ. ബഹുമാനപ്പെട്ട അനിത മാഡത്തെ അസിസ്റ്റന്റ് പ്രോജക്ട് ഡയറക്ടർ KSWMBA സ്പോർട് ക്വിസ് നടത്തുന്നതിന് വേണ്ടി ഏറെ ആദരപൂർവ്വം ക്ഷണിക്കും. ഗുഡ് മോർണിംഗ്. അയ്യോ, ഇതെന്താ ഗുഡ് മോർണിംഗ്? ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ഗുഡ് മോർണിംഗ് കേട്ടിട്ട് എനിക്ക് ഉറക്കം വരുന്നു. ഗുഡ് മോർണിംഗ്. യെസ്, ഞാൻ ഇവിടെ നിന്ന് ക്വിസ് നടത്തിയാൽ മതിയോ താഴെ ഇറങ്ങി വരണോ? ഓക്കെ,
കുഞ്ഞുങ്ങൾ പറഞ്ഞ് അപ്പം തന്നെ അനുസരിക്കണം എന്നുള്ളതാണ്. എന്നാലേ നമ്മൾ പറഞ്ഞാൽ നിങ്ങളും കേൾക്കുള്ളൂ. അങ്ങനെയല്ലേ ഇപ്പം? ആ ഇപ്പം നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും കുറച്ച് ചോദ്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ ഇന്ന് ദിവ്യ മാഡം പറഞ്ഞതും ഹരികുമാർ സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? അത് ശ്രദ്ധിച്ച് കേട്ടവർക്കെല്ലാം ഇന്നത്തെ ഉത്തരങ്ങൾ കറക്റ്റായിട്ട് പറയാൻ കഴിയും എന്ന് മാത്രമല്ല, ഉത്തരം കൃത്യമായിട്ട് പറയുന്ന മിടുക്കികളും മിടുക്കന്മാരും ഉണ്ടെങ്കിൽ അത് നല്ല ചോദ്യമാണ്. ഓരോരുത്തരടുത്തും ചോദിക്കുമെന്ന്. മക്കളെ, അത്രയ്ക്കുള്ള ചോദ്യമൊന്നും ഇപ്പം തൽക്കാലം കയ്യിലില്ല. അതും കൊണ്ട് ഇനി വരാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ക്വിസ് പ്രോഗ്രാം നിങ്ങൾ 4ാം ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ക്വിസ് പ്രോഗ്രാം നടത്തുമ്പം കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ, ഇപ്പോൾ ഒരു ചോദ്യത്തിന് ഒരാൾക്ക് മാത്രമേ ശരി ഉത്തരമാണെന്ന് തോന്നി കൈ പൊക്കുന്നെങ്കിൽ അവർ പറയുന്ന കറക്റ്റ് ആണെങ്കിൽ അവർക്കൊരു സമ്മാനമുണ്ട്. ഓക്കെ, ഒരുപാട് പേര് കൈ പൊക്കുന്നെങ്കിൽ ആ കൈ പൊക്കിയതിൽ ആദ്യത്തെ 2 ശരി ഉത്തരം പറഞ്ഞവർക്ക് സമ്മാനമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇരിക്കുന്ന കുറച്ച് പേരോട് മാത്രമല്ല ഉത്തരം ചോദിക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ നടന്ന് എല്ലാവരുടെ അടുത്തും വരും. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യങ്ങളൊന്ന് നോക്കാം. കണ്ടീഷനൊക്കെ ഓക്കെ ആണല്ലോ? എല്ലാം ശ്രദ്ധിച്ച് കേട്ടല്ലോ അല്ലേ? രാവിലെ തൊട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പം വീട്ടിൽ സമ്മാനവും കൊണ്ട് പോകുമ്പം ഇന്ന് അമ്മയും അച്ഛനും അനിയനും അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇല്ലേ? വഴക്കുണ്ടാവുമെന്ന് സാരമില്ല. പിന്നെ വേറെ എല്ലാവർക്കും ഉള്ള ഒരു സമ്മാനവും വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ എർക്കൈ 10 കാപ്പ് സംഘം അവരൊരു ബ്രഷാണ് സ്പോൺസർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരുപാട് തരം സമ്മാനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സമ്മാനങ്ങൾ ഉണ്ടായത് കൊണ്ട് നമ്മൾ ഉറങ്ങാൻ പാടില്ല. മിസ്സായി പോയാലോ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ക്വിസ് കഴിയുന്നതും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം അല്ലേ? സാർ എവിടെ? പ്രിൻസിപ്പൾ എവിടെ പോയി? യെസ്, ക്വിസ് കഴിഞ്ഞ് സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ പോവും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചോദ്യം ഞാൻ വായിക്കട്ടോ? നിങ്ങൾ വായിക്കും, 4ാം ക്ലാസ്സിലൊക്കെ ആയില്ലേ, നന്നായിട്ട് വായിക്കും, എന്നെക്കാട്ടിലും നന്നായിട്ട് വായിക്കും. എന്നാലും ഞാനൊന്ന് വായിക്കാം. ഒരു പ്ലാസ്റ്റിക് കുപ്പി ഭൂമിയിൽ അലിഞ്ഞു ചേരാൻ ഏകദേശം എത്ര സമയമെടുക്കും? 450 വർഷം. ഉത്തരം ഉറക്കെ പറയല്ലേ പൊന്നു മോനെ. 450 വർഷം, 50 വർഷം, 200 വർഷം, 5 വർഷം. പറയല്ലേ. കൈ ഒന്ന് പൊക്കിയാ മതി. 450 വർഷം. 450 വർഷം. രണ്ടും കറക്റ്റ് ആൻസറായി. 450 വർഷം. അപ്പം അവർക്കുള്ള സമ്മാനം എല്ലാവരും ഒന്ന് കൈയടിച്ച്. സമ്മാനം ഇങ്ങനെ പിന്നെ ഇനിയും വന്നോണ്ടേയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതും വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. നമ്മുടെ ഇവിടെ 2 പ്രസംഗത്തിൽ നമ്മൾ കേട്ട കുറച്ച് കാര്യങ്ങളാണ് അല്ലേ? പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലിന് പകരം നമ്മൾ ബോട്ടിലുകൾ, എന്ത് ബോട്ടിലുകൾ നമുക്ക് ഉപയോഗിക്കാം? ഉറക്കെ പറയല്ലേ. അപ്പം അതെ, അത് ശരിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ആദ്യത്തെ പ്രാവശ്യം തന്നെ പറഞ്ഞല്ലോ, ഉത്തരങ്ങൾ ഉറക്കെ പറയാൻ പാടില്ല. നമുക്കൊരു മത്സരമല്ലേ? അപ്പം നമുക്ക് ആ ചോദ്യം നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം കേട്ടോ. ഉറക്കെ പറയല്ലേ, മനസ്സിലിങ്ങനെ വെച്ചിട്ട് കൈവക്കണം. നമുക്ക് ക്ലാസ് റൂം അല്ല, നമ്മുടെ മത്സരം. ക്ലാസ്സിലൊക്കെ നമ്മൾ ക്വിസ് മത്സരം നടത്തുമ്പോൾ മിണ്ടൂലല്ലോ,
ഉത്തരം നമ്മുടെ മനസ്സിൽ വെച്ചേക്കാൻ നമ്മൾ പറയുന്നത്. നമ്മൾ മനസ്സിൽ വെച്ചിട്ട് കൈ മാത്രം പൊക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോട്ടെ. ഇതും ഉറക്കെ പറയല്ലേ. മനസ്സിലായോ? നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നില്ലേ ചോദ്യത്തിൻ്റെ ഉത്തരം? എന്നാലും ഞാനൊന്ന് വായിക്കാം. ഷോപ്പിങ്ങിന് പോകുമ്പോൾ പ്ലാസ്റ്റിക് ബാഗിന് പകരം ഡാഷ് ബാഗ് ഉപയോഗിക്കാൻ നല്ലതാണ്. പൈ കൂട കൂട കൂടെയും കൊണ്ടുപോകാം. ബാസ്ക്കറ്റ്, ബാംബു ബാസ്ക്കറ്റ് ആണ് ഉദ്ദേശിച്ചത് അല്ലേ? യെസ്. ഒരു കോട്ടൺ ബാഗ്. കോട്ടൺ ബാഗ്. അപ്പൊ ഇവിടെ രണ്ടുപേർക്ക് സമ്മാനം കൊടുക്കോ? വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് വന്നത്. കൂട മീൻസ് ബാംബു ബാഗ്. പറഞ്ഞ കാര്യങ്ങൾ അതേപടി നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് എൻ്റെ ആൻസർ. എന്നാലും അതിനെക്കാട്ടിലും നല്ല ആൻസേഴ്സ് ആണ് ഇവിടുന്ന് കിട്ടിയത്. എല്ലാവരും കൂടെ മറിഞ്ഞു നിൽക്കുന്നോ? മക്കളെ എല്ലാവരും ഒന്ന് ഇരിക്കുവോ? ഇരുന്നാൽ എല്ലാവർക്കും കാണാം. അവിടെ ഇരിക്കണ്ട, കസേരയിൽ ഇരുന്നാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കുറച്ച് വലിയ ചോദ്യവും അതേപോലെ തന്നെ കുറച്ച് വലിയ ഉത്തരങ്ങളുമാണ്. വളരെ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം കൈപൊക്കാൻ. പ്ലാസ്റ്റിക് മലിനീകരണം മൃഗങ്ങൾക്ക് ദോഷമാകുന്നത് എന്തുകൊണ്ട്? പ്ലാസ്റ്റിക് കഴിക്കുന്നതിലൂടെ മൃഗങ്ങൾക്ക് അസുഖം വരികയോ മരിക്കുകയോ ചെയ്യാം. പ്ലാസ്റ്റിക് മൃഗങ്ങളെ പറക്കാൻ സഹായിക്കുന്നു. പ്ലാസ്റ്റിക് മൃഗങ്ങൾക്ക് നല്ല ശക്തി നൽകുന്നു. പ്ലാസ്റ്റിക് മൃഗങ്ങളെ അയ്യോ ഇത് പറ്റില്ല. ഓക്കെ, അയ്യോ അവിടെ ഒരു കുഞ്ഞു കുട്ടി നിൽക്കുന്നു, നോക്കട്ടെ. ചത്തുപോവും. അടുത്ത ഒരാളും കൂടെ ചോദിക്കട്ടെ. ചത്തുപോവും. അതെ അതെ. ആ സമ്മാനം നേടാൻ അർഹതയുള്ള 2 പേര് വരണേ. ചത്തുപോകും. അത് ആദ്യത്തെ 2 കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലേ? അതിന് എല്ലാവരും ഒന്ന് ഇരുന്ന്, എല്ലാവരും അവനവൻ്റെ സ്ഥലങ്ങളിലൊന്ന് ഇരുന്നിട്ട് ആ ഉത്തരം പറഞ്ഞ് 2 മിടുക്കന്മാരിങ്ങ് വരുമോ? ഉത്തരം പറഞ്ഞ് 2 മിടുക്കന്മാര്, ഒരു മിടുക്കിയും ഒരു മിടുക്കനും. യെസ്, എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് ഇരിക്കേണ്ട. നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയൊക്കെ മുഖം ഇരിക്കുന്നതൊക്കെ പാവം, നിങ്ങളോട് ഇരിക്കാൻ പറയുന്നു അല്ലേ? അയ്യോ ഈ മോക്ക് ഇരിക്കാൻ കസേരയില്ല, ഒരു കസേര ഒന്ന് റെഡിയാക്കി കൊടുക്കൂ. അതാ മോളവിടെ പോയി ഇരിക്കോ. യെസ്. അപ്പം നോക്കിക്കോ, മൃഗങ്ങൾ പാവം പ്ലാസ്റ്റിക് കഴിച്ചിട്ട് എന്താ സംഭവിച്ചേ? അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതേപോലെയാണ് നമ്മുടെ കാര്യങ്ങളും. അതുകൊണ്ട് പ്ലാസ്റ്റിക് എത്രയും കുറച്ച് ഉപയോഗിക്കാമോ അത്രയും നല്ലത്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. പ്ലാസ്റ്റിക് കൂടുതൽ നേരം വെയിലത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? പറയല്ലേ, ഇരിക്കണം. ഇല്ല അത് ഇല്ല. ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്ഥലങ്ങളിൽ പോയിരിക്കോ. ഇല്ല വെയിറ്റ്. ഒരു മോള് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞു. അതല്ല, ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു കാര്യം, നിങ്ങൾ ആദ്യം നിങ്ങളുടെ അതാത് സ്ഥലങ്ങളിൽ ഇരിക്കുക. ഓക്കെ, ഇരുന്നാലേ നമുക്ക് ഈ ഒരു ക്വിസ് മത്സരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാത് സ്ഥലങ്ങളിൽ ഒന്ന് ഇരിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ കൈ പൊക്കി
അതാത് സ്ഥലത്ത് ഇരുന്ന് കൈപൊക്കിയാൽ മതി. ഞാൻ വരും. കാരണം നമ്മുടെ ചോദ്യം പൂർണ്ണമായില്ല, ഞാൻ ഉത്തരം വായിച്ചില്ല, ഞാനത് വായിച്ചിട്ട് വരാം. വായിക്കാത്ത ഒരുപാട് മക്കൾ ബാക്കിലുണ്ട്, അവർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇരുന്ന് കൈപൊക്കിയാൽ മതി. ഓക്കെ, ഫ്രണ്ടിലുള്ളവർ എണീറ്റ് നിൽക്കുമ്പോഴേ നിങ്ങളുടെ ബാക്കിലുള്ള കൂട്ടുകാർക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം പറഞ്ഞു. ഓക്കെ, ശരി. പ്ലാസ്റ്റിക് കൂടുതൽ നേരം വെയിലത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? ഉത്തരം പറയണ്ട, ഫ്രണ്ടിലിരിക്കുന്ന ഒരു ഉത്തരം പറയണ്ട, ബാക്കിലുള്ളവർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചോട്ടെ. അത് പൂർണ്ണമായും അപ്രത്യക്ഷമാകും, അത് വലുതാകുന്നു, അത് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്നറിയപ്പെടുന്ന ചെറിയ കഷ്ണങ്ങളായി വിഘടിക്കും, അത് സ്വർണമായി മാറുന്നു. അപ്പം കൈ മാത്രം പൊക്കുക, ഉത്തരം പറയണ്ട, കൈ മാത്രം പൊക്കി പൊക്കി ഇരിക്കുക. നല്ല ഒരു കൈയോ 2 കൈയോ ഒക്കെ നിങ്ങൾക്ക് പൊക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. 2 കൈ 3 കൈ. ഇതാ ഇവിടെ ഓറഞ്ച് ഷർട്ട് റെഡ് ഷർട്ടും ഒക്കെ ഇട്ട് ഇരിക്കുന്നു. മൈക്രോസ്കോപ്പായി വരും. മിടുക്കൻ, വെരി ഗുഡ്. അടുത്ത ഒരാളോടും കൂടെ ചോദിക്കാം. അതാ ഒരു കൊച്ചുമിടിക്ക് കൈവക്കിയിട്ടുണ്ട്, നോക്കട്ടെ. വെയിലിൻ്റെ ചൂട് കൊണ്ട് അത് അലിഞ്ഞു പോകും. എന്താ മക്കളെ, അടുത്തൊരു ഇതും കൂടെ. അത് മൈക്രോ ഇതായി തീരുന്നു. യെസ്, അപ്പൊ ഇവർ 2 പേര് കറക്റ്റായിട്ട് പറഞ്ഞു. എവിടെ? നമ്മുടെ ഓറഞ്ച് ഷർട്ടിട്ട കുട്ടിയും ആ മോളും ഉണ്ട്, 2 പേരും ഉണ്ട്. ഇതേപോലെ ഇരുന്ന് തന്നെ നിങ്ങൾ കൈപൊക്കി നല്ല മിടുക്കരായിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, നോക്കിക്കോ. ആ ഒരു സ്ക്രീനിനകത്ത് കാണിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൽ ഭയങ്കരമായിട്ട് വെയിലടിക്കുമ്പം അത് കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് മാറും. അത് വളരെ അത്ര നല്ലതല്ല നമ്മുടെ ആരോഗ്യത്തിന്. ഓക്കെ, അപ്പം നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വീണ്ടും ഉപയോഗിക്കാവുന്ന ബാഗുകളും കുപ്പികളും ഉപയോഗിക്കുക. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ വാങ്ങുക. റീസൈക്ലിംഗ് ബിന്നുകൾ അവഗണിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ആരൊക്കെയുണ്ട് കൈവെക്കുന്നവർ? നോക്കട്ടെ. കൃത്യമായിട്ട് ചോദ്യം കേട്ട് ഉത്തരം അറിയാവുന്നവർ. ഓക്കെ. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സാധനം വാങ്ങുക. അത് ഒരു ഉത്തരം. അടുത്ത ഒരു ഉത്തരം കൂടെ കേൾക്കാം. എന്താണ്? ഒരു തവണ വാങ്ങിയ സാധനം വീണ്ടും വാങ്ങുക. വീണ്ടും വാങ്ങുക. ഇതിപ്പോ രണ്ടാമത്തെ ഉത്തരവായി. വീണ്ടും ഉപയോഗിക്കാന്നുള്ളത് ഉപയോഗിക്കുക. വെരി ഗുഡ്. ഈ 2 മിടുക്കികൾ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് പറഞ്ഞത്. വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാസ്റ്റിക് വാങ്ങാനും ഉപയോഗിക്കാനും. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രസക്തമാണ്. ഇടയ്ക്ക് അതിനെ പറ്റി ഒരു പരാമർശവും ഉണ്ടായിരുന്നു അല്ലേ? ഇന്നലെ നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു കാണുമല്ലോ, ഇന്ന് പരിസ്ഥിതി ദിനമാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനം എന്താണ് പ്രത്യേകത? അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ജലം കരുതലോടെ ഉപയോഗിക്കുക, ആളുകളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുക, പ്ലാസ്റ്റിക് മലിനീകരണം തടയുക, വന്യജീവി സംരക്ഷണം. ഒരു സൈഡിൽ മാത്രമേ കൈ പൊക്കിനുള്ളൂ, അപ്പുറത്തില്ലേ? അതാ. നോക്കട്ടെ. നോക്കട്ടെ. പ്ലാസ്റ്റിക് മലിനീകരണം തടയുക. ഒരു ഉത്തരം കിട്ടി. അടുത്തൊരു ഉത്തരം ഇവിടുന്ന്. പ്ലാസ്റ്റിക് മലിനീകരണം തടയുക. 2 ശരി ഉത്തരങ്ങളാണ് കിട്ടിയത്. അപ്പോൾ ഒരു മിടുക്കനും മിടുക്കിക്കും കൂടെ സമ്മാനമുണ്ട്.
ഇതേപോലെ വേണം. എന്ത് രസമാണ് കാണാൻ. ഇരുന്ന് കൈപൊക്കുക, ശ്രദ്ധിച്ച് ചോദ്യങ്ങൾ കേൾക്കുക, പിന്നെ നമ്മുടെ ഉത്തരം വായിക്കുന്ന ഉത്തരം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് സാധാരണ ഉത്തരങ്ങൾ മാത്രമല്ല, ചോദ്യ ഉത്തരം മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ഒരു പരിസ്ഥിതി ദിനത്തിനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാനും കൂടിയാണ്. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണല്ലോ നമ്മുടെ ലോകത്തിൻ്റെ അടുത്ത് വരുന്ന തലമുറയാണ്. നിങ്ങളാണ് ഇതൊക്കെ അറിഞ്ഞ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള നിങ്ങൾ അറിയേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ വേൾഡ് എൻവയൺമെൻറ്റ് ഡേയുടെ ഉദ്ദേശം എന്താണ്? ഈ വർഷം നമ്മൾ വേൾഡ് എൻവയൺമെൻറ്റ് ഡേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബീറ്റ് ദ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക്കിനെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതല്ല, പ്ലാസ്റ്റിക് കൊണ്ടുള്ള ദോഷം എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അവിടെ ഇരുന്നാൽ മതി. എനിക്ക് മനസ്സിലായി. ചോദ്യം നിങ്ങൾ വായിച്ചു, ഉത്തരം നിങ്ങൾക്ക് അറിയാം, കുറേ പേർക്ക് അറിയാം. അതുകൊണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കണം. വളരെ പരിചിതമുള്ള കുറേ ചേച്ചിമാരുടെ ഫോട്ടോ ആണത്. ചോദ്യം ഞാൻ വായിക്കാം. നമ്മുടെ തെരുവുകളെയും വീടുകളെയും പൊതു ഇടങ്ങളെയും മാലിന്യമുക്തമാക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഈ പ്രവർത്തകരെ വിളിക്കുന്ന പേരെന്താണ്? ബാക്കിൽ കുറച്ച് നല്ല നല്ല കുഞ്ഞുങ്ങളിരിക്കുന്നു, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. ആ ബാക്കിലോട്ട് ഞാനൊന്ന് പോട്ടെ. അവരത് കണ്ടോ? ഞാൻ അങ്ങോട്ട് പോകണ്ടേ? ഞാൻ അവരുടെ അടുത്ത് പോയില്ലല്ലോ അല്ലേ? ഞാനൊന്ന് അങ്ങോട്ട് പൊക്കോട്ടെ. ഹരിതകർമ്മസേന. വെരി ഗുഡ്. ഒരു ഹരിതകർമ്മസേന ഉത്തരം പറഞ്ഞിട്ടേ ഉള്ളൂ. ശരിയാണോ ഇല്ലേന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത ആര് പറയും? ഹരിതകർമ്മ സേന 2 ഉത്തരങ്ങൾ പറഞ്ഞു. അടുത്തടുത്ത് 2 ഉത്തരങ്ങളും ശരിയായിരുന്നോ? ശരിയാണോ? അതെ, ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 പേർക്കും സമ്മാനം കൊടുക്കാം. ബാഗ് കിട്ടി, അതിൻ്റെ ഒരു സന്തോഷം അല്ലേ? അടുത്ത ബാഗ് കിട്ടുമോ എന്നുള്ള ഒരു പരിശ്രമത്തിലാണ് ചില മിടുക്കന്മാരും മിടുക്കികളും. നമുക്ക് നോക്കാം അല്ലേ? അടുത്ത ഒരു സ്ലൈഡ്. ഇത് നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഒരു ഉപാധിയാണ്. നമ്മുടെ വീട്ടിലുള്ള അഴുക്കുകളൊക്കെ നമ്മൾ പച്ച ബിന്നിലൊക്കെ നമ്മുടെ വീട്ടിലിടുമല്ലോ അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിലോ ഹോട്ടലിലോ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ പച്ച ബിന്നിലിടാൻ പറയും. അപ്പോൾ ആ ബിന്നിലിട്ടേക്കുന്ന സാധനങ്ങളെ, ആ വേസ്റ്റിനെ കൊണ്ടുപോയി എന്താ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു പേര് മാത്രമാണ് ചോദിക്കുന്നത്. ജൈവ മാലിന്യ സംസ്കരണത്തിന് ഉപയോഗിക്കുന്ന ഈ സംവിധാനത്തിൻ്റെ പേരെന്താണ്? കൈ പൊക്കിയാൽ മതി. വേസ്റ്റ് ബോക്സ് ആണ്, പക്ഷെ അതിനൊരു പേരുണ്ട്. റീസൈക്ലിംഗ് അല്ല, അതിനൊരു ഭംഗിയുള്ള ഒരു പേരുണ്ട്. പേര് വേസ്റ്റ് ബോക്സ് അല്ല. സ്ഥലമുണ്ടോ ഇരിക്കാൻ? വേസ്റ്റ് ബക്കറ്റ്. വേസ്റ്റ് ബക്കറ്റ് അല്ല മോനെ ഇത്. അങ്ങനെ പറയരുത്, ഉറക്കെ പറയാൻ പാടില്ലല്ലോ. ഫാക്ടറി എന്ന പേരല്ല, പക്ഷെ ഫാക്ടറിയുടെ ഒരു ജോലി അത് ചെയ്യുന്നത്. റീസൈക്ലിംഗ് ബോക്സ്. റീസൈക്ലിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊരു പേരുണ്ട്. ബക്കറ്റ്. പേരൊക്കെ ഭയങ്കരമാണ്. മാലിന്യം ഇടുന്ന ബക്കറ്റ് കറക്റ്റ്, പക്ഷേ പേരുണ്ട്. കമ്പോസ്റ്റർ. വേസ്റ്റ് ബാസ്കറ്റ്. ഓർഗാനിക് വേസ്റ്റ്. കിച്ചൺ ബിൻ. റീസൈക്കിൾ ബിൻ. വേസ്റ്റ് ബിൻ അല്ല. ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഇനി എല്ലാവരും നിങ്ങൾ പോയി ഇരിക്കുവോ? അല്ലല്ലേ, ഇവിടെ 2 പേരുണ്ടല്ലോ. 2 ചെറിയ കുഞ്ഞുങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. 2 പേരും കൈവക്കിയിട്ടുണ്ട്. ചോദിക്കട്ടെ. തുമ്പൂർ മൊഴി. പറഞ്ഞ് തുമ്പൂർ മൊഴി. അടുത്ത ആൾ എന്താ പറയുന്നത് നോക്കാം. പറയുന്നുണ്ടോ? തുമ്പൂർ മൊഴി. എനിക്ക് വയ്യ. 2 കറക്റ്റ് ആൻസർ. തുമ്പൂർ മൊഴി എന്നാണ്. ഈ വേസ്റ്റ് ബിന്ന്, വേസ്റ്റ് ബാസ്ക്കറ്റ്, വേസ്റ്റ് ബിന്ന് ഫാക്ടറി
എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ, അതിന് അതിൻ്റെ പേരാണ് തുമ്പൂർ മൊഴി. അപ്പോൾ ഈ 2 ഫ്രണ്ട് ഇരിക്കുന്ന മിടിക്കേക്ക് 2 ബാഗ്. ഒരാൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, രണ്ടാമത്തെ ബാഗ് അല്ലേ. അപ്പോൾ അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോവാം നമുക്ക്. ടീച്ചർ ഇങ്ങോട്ട് വന്നൊന്നും ചോദിക്കുന്നില്ല എന്ന് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ പോയി ചോദിക്കാം. അങ്ങനെയുള്ളൊരു വിഷമം വേണ്ട. മിഠായി കഴിച്ചിട്ട് ചോദ്യം വളരെ ശ്രദ്ധിച്ചോണം. പക്ഷെ അവിടെ ഇരുന്നാലേ ഞാൻ ചോദ്യം വായിക്കുള്ളൂ. ഒരാൾ 2 കൈയൊക്കെ പൊക്കിയിരിക്കുന്ന. ഓക്കെ, എന്നാലും നമുക്ക് ബാക്കിലിരിക്കുന്ന കുറേ കുഞ്ഞുങ്ങളുണ്ട്, വായിക്കാമല്ലോ അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വായിക്കാം. മിഠായി കഴിച്ചു കഴിഞ്ഞാൽ കവർ ഏത് കളർ ബിന്നിൽ നിക്ഷേപിക്കണം? പച്ച, നീല, ചുവപ്പ്. നീല. നോക്കാം 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 നോക്കാം. നീല. അപ്പോ 2 നീല. നീല പക്ഷെ കറക്റ്റ് ആൻസർ ആണോ? അല്ലേ? അപ്പൊ ഉത്തരം ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ ഇരിക്കണം. എല്ലാവരും ഇരുന്നോ? അതാണ് കേട്ടോ, നിങ്ങളുടെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞ് നല്ല മക്കളാണ്, നല്ല മിടുക്കരാണ്, ടീച്ചേഴ്സിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ അഭിമാനങ്ങളാണ് സ്കൂളിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ്. അപ്പോൾ പച്ച ബക്കറ്റിൽ നമ്മൾ മിഠായി കടലാസ് ഇടുവോ? ഇല്ല. അത് നമ്മൾ അഴുകുന്ന സാധനങ്ങൾ, നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതേപോലെയുള്ള വേസ്റ്റൊക്കെയാണ് അതിനകത്ത് കൂടുതൽ ഇടുന്നത്. ചോമ്പിനകത്തോ? എനിക്ക് വയ്യ. ഹസാർഡസ് എന്ന് പറയുന്ന വേസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ വേസ്റ്റിൻ്റെ കുറച്ചുകൂടെ കൂടിയ കാറ്റഗറി. അപ്പം നിങ്ങളുടെ മുട്ടായി വേസ്റ്റ് ഏതിലിടും? ബ്ലൂവിലിടും. ബ്ലൂ പറഞ്ഞ 2 മിടുക്കരാരാണ്? ഒരിതും 2. അടുത്തൊരു രസകരമായ ചോദ്യമാണ്. ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഓക്കെ, നമുക്കിത് കാണുമ്പം ശരി ഉത്തരം ഏതാണെന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. വളരെ ശ്രദ്ധിച്ച് മാത്രമേ അതിൻ്റെ ഉത്തരം പറയാവൂ. നമ്മുടെ വീടുകളിൽ കാണുന്നതല്ല. പത്രം വായിക്കുകയും നന്നായിട്ട് സ്കൂളിൻ്റെ ലൈബ്രറി ഉപയോഗിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പം തന്നെ ഉത്തരം പറയാം. പക്ഷെ അവിടെ ഇരിക്കണം. ഇത് ലാസ്റ്റ് ചോദ്യം ആയതുകൊണ്ട് നമ്മളിത് 3 പേരോട് ചോദിക്കും. വരും, ഞാൻ അങ്ങോട്ട് വരും. താഴെ പറയുന്നതിൽ ഏതെല്ലാം കത്തിക്കാൻ നിയമം അനുവദിക്കും? കരിയില, പ്ലാസ്റ്റിക്, പേപ്പർ. പക്ഷെ ഞാൻ ചോദിക്കൂല. ഇരിക്കണം. ഇരിക്ക്. നിങ്ങളെല്ലാവരും ഇരിക്ക്. ചോദ്യം കംപ്ലീറ്റ് ആയില്ല. ഇരുന്നോളൂ. ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഞാന് പേപ്പർ എന്നുള്ള ഉത്തരം വന്നു. ഞാൻ പക്ഷെ ഉത്തരം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. പേപ്പർ. എല്ലാവരും ഒന്ന് ഇരിക്കുവോ? എല്ലാവരും അതാ ബാക്കിലുള്ള പിള്ള. ഇല്ല, ഒന്ന് ഇരിക്കുവോ? എല്ലാവരും ഒന്ന് ഇരിക്കുവോ? കരിയില ഒരു ഉത്തരം പറഞ്ഞു. പേപ്പർ പറഞ്ഞു. കരിയില. പേപ്പർ. കരിയില. പ്ലാസ്റ്റിക്. ഇനി അവരവരുടെ സ്ഥലത്തിരിക്കണം. ഒന്നും തന്നെ ഇല്ല. ഒരു ഉത്തരം ഒന്നും തന്നെ ഇല്ല. പക്ഷെ എനിക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? പ്ലാസ്റ്റിക്. എല്ലാവരും ഒന്ന് ഇരിക്കുവോ? കരിയില. പോയി ഇനി ഇരുന്നോളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ
ക്വിസ് മത്സരം വളരെ വിജയകരമായിട്ടും സന്തോഷകരമായിട്ടും അവസാനിച്ചു. വളരെ മിടുക്കരായിട്ടുള്ള മക്കളാണ്. 4ാം ക്ലാസ്സിൽ എത്തിയിട്ട് വളരെ അധികം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. ഓക്കെ. പിന്നെ സാധാരണ നമ്മളൊരു സ്കൂളുകളിൽ ഒരുപാട് പ്രോഗ്രാമുകളും പ്രസംഗങ്ങളും ഒക്കെ നടത്തുമെങ്കിലും ഒരു പരിപാടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കുകയും അതിനെ ഓർത്തെടുത്ത് അതിനുള്ള മറുപടി പറയുകയും ചെയ്യുന്ന കുട്ടികൾ, അത് നിങ്ങളുടെ കഴിവിനോടൊപ്പം നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരും നിങ്ങളെ സ്കൂളിലേക്ക് വിടുന്ന രക്ഷകർത്താക്കളുടെയും കൂടെ ഒരു മിടുക്കാണ്. അവരുടെ ഒരു പരിശ്രമവും കൂടെയാണ്. സ്കൂളിൻ്റെ സംവിധാനങ്ങൾ, നമ്മുടെ സർക്കാർ സ്കൂളിൽ സർക്കാർ തന്നിരിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കേണ്ട രീതിയിൽ കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സംവിധാനത്തിന് എത്രയും മെച്ചപ്പെട്ട രീതിയിൽ പ്രയത്നിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇത്രയും മിടുക്കരായിട്ടിരിക്കുന്നത്. ചോദ്യങ്ങൾ കുറച്ച് കട്ടിയാണ്. തുമ്പൂർ മൊഴി എന്നുള്ള ഉത്തരവൊക്കെ പറഞ്ഞത് വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് എന്ന് മാത്രമല്ല, എല്ലാ ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. പക്ഷെ ചില ചോദ്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ട്, ന്യൂസ് കാണുന്നുണ്ട്, പത്രം വായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? നമ്മൾ ദിവസവും ന്യൂസ് കാണണം. വീട്ടിൽ പത്രം വരുത്തുന്നുണ്ടെങ്കിൽ പത്രം കൃത്യമായിട്ടും വായിക്കണം. ലൈബ്രറി പുസ്തകങ്ങളും പഠിക്കുന്ന പുസ്തകങ്ങളും പാഠ്യപുസ്തകങ്ങളും ലൈബ്രറി പുസ്തകങ്ങളും നന്നായിട്ട് വായിക്കണം. കഥപുസ്തകങ്ങൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് പുസ്തകങ്ങൾ, ജനറലായിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് ചോദിച്ച് ഓരോ വിഷയത്തിനെ പറ്റിയുള്ളതും ഇതേപോലെ വായിച്ച് മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ നന്നായിട്ട് വായിച്ച് നന്നായിട്ട് വളർന്ന് നമ്മുടെ നാടിന് തന്നെ നല്ല കീർത്തിമാന്മാരും കീർത്തിവതികളുമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഒരു കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ എന്തായാലും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, കുട്ടികളെല്ലാവരും നല്ല വിശന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കൂടെ ഇവിടെ ഹരിത സല്ലാപം എന്ന ഒരു വളരെ മികച്ചൊരു പ്രോഗ്രാം ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത 2-3 പേരുണ്ട് ഇവിടെ. ആദ്യമേ തന്നെ നമ്മുടെ സ്കൂളിൽ വന്ന് നമ്മളോട് തുടക്കം മുതലേ സംസാരിച്ച ഇതിനൊരു നല്ലൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി അതിൽ നിന്നുകൊണ്ട് ഏറ്റവും ഭംഗിയായി അത് നമ്മുടെ സ്കൂളിൽ നടപ്പാക്കാൻ നമുക്ക് സാധിച്ചു. അതിന് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ കീഴിൽ വരുന്ന പരിപാടിയാണ് ഇവിടെ നടന്നത്. അപ്പം ഇവിടെ വന്നിരുന്ന നമ്മുടെ ദിവ്യ മാഡത്തിനും ഹരികുമാർ സാറിനും പിന്നെ നമ്മുടെ അനിത മാഡത്തിനും പിന്നെ അതുപോലെ നമ്മുടെ ഹെഡ് മാസ്റ്റർ, PTA പ്രസിഡൻറ്റ്, എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ ഇത്രയും ഭംഗിയാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ച രാജി ടീച്ചർ, മറ്റ് അധ്യാപകർ, സയൻസ് ക്ലബ് കൺവീനർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ആരും പോകരുത്. ക്ലാസ് ടീച്ചേഴ്സിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ പോകാവുള്ളൂ. അല്ലാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് എണീറ്റ് പോയാൽ തിക്കും തിരക്കും ആകും. അപ്പോൾ കുറച്ച് ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.